എന്തുകൊണ്ടാണ് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരിഷ്ടപ്പെടാനുള്ള അടിസ്ഥാന കാരണം എന്ത് എന്ന് ചിന്തിക്കണം. ചില കവികളും സാഹിത്യകാരന്മാരും പറയുന്നത് പോലെയുള്ള മക്കായിലെ ഒരു യുവകോമളനെ സ്വന്തമാക്കാനുള്ള താല്പര്യമായിരുന്നു. എപ്പോഴും ദോഷെതിർക്കുകളായ ആളുകള് ഭൗതികമായ കണ്ണിലൂടെ മാത്രമേ ഒരു കാര്യത്തെ സമീപിക്കുള്ളൂ. അതിന്റെ ആത്മീയമായ വശം ഒന്നും അവർക്ക് അറിയൂല. എന്തുകൊണ്ട്? അവരവരുടെ ഭാഷയിലാണ് ചിന്തിക്കുക. അതിനൊരു ആത്മീയമായ അളവുണ്ട്, ഒരു ആത്മീയമായ വശം ഉണ്ട് എന്നവർ ചിന്തിക്കൂല. ഒന്ന്. രണ്ടാമത്തെ കാര്യമാകട്ടെ, അങ്ങനെ ഒരു ആത്മീയമായ വശം ഉണ്ട് എന്നവർക്കൊണ്ട് അറിയുകയുമില്ല. ഈ വിഷയത്തിൽ ഗഹനമായ പഠനങ്ങളും നടന്നില്ല. അതുകൊണ്ട് മക്കയിലെ തറവാട്ടുകാരിയും സുന്ദരിയുമായ ഖുവൈലിദിന്റെ മകൾ ഖദീജക്ക് കച്ചവടവും കഴിഞ്ഞു വന്നപ്പോൾ പുണ്യ റസൂലിനോട് അനുരാഗമുണ്ടായി എന്നാണ് പാട്ടുകാർ പറഞ്ഞത്. ചിലപ്പോഴെല്ലാം സാഹിത്യകാരന്മാർ അതാണ് ശരിവെച്ചത്. ചില ചരിത്രങ്ങളെ ഓറിയന്റലിസ്റ്റുകൾ എന്ത് ചെയ്യും? അവരുടേതാക്കി മാറ്റും. ഓറിയന്റലിസം എന്ന ഒരു സംഗതി ഉണ്ടായത് തന്നെ ഇസ്ലാമിന്റെ ഉന്നതന്മാരായ നേതാക്കളെയും പ്രവാചകന്മാരെയും അവരുടെ ഋജുവായ ജീവിതത്തെയും സൽപന്ഥാവിനെയും നാമാവശേഷമാക്കുകയും അവരുടെ സംസ്കാരത്തിന് പകരം സംസ്കാര രാഹിത്യം അവിടെ അഡ്വാൻസ് ചെയ്യുകയും എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് പടിഞ്ഞാറിൽ ഓറിയന്റലിസം എന്ന ഒരു ചിന്ത പോലും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ഓറിയന്റലിസ്റ്റുകളിൽ നിന്നാണ് പലപ്പോഴും നമ്മുടെ കവികൾ പകർത്തുന്നത്. അവർക്ക് അതിന്റെ യാഥാർത്ഥ്യം അറിയുകയില്ല. പിന്നെയുള്ള ഒരു പ്രശ്നം എന്താണ്? ലോകത്ത് എവിടെയും ഒരു കാര്യത്തെ യഥാവിധി ചിന്തിക്കാൻ കഴിഞ്ഞാലും നമ്മളെ നാട്ടിൽ അത് ഒന്നുകൂടെ പരിമിതപ്പെടും. എന്തുകൊണ്ട്? മലയാളിക്ക് പണ്ടേ ചരിത്രബോധമില്ല. ചരിത്രം പഠിക്കലും പഠിപ്പിക്കലും എന്ന സംഗതി മലയാളിക്കില്ല, അറിയൂല. മലയാളിക്ക് പണ്ടേ ചരിത്രബോധമില്ല. ഇതെല്ലാം ഇത്തരം പാട്ടുകൾക്ക് കാരണമായിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വീക്ഷണം. ചരിത്രം എന്ന പേരിൽ പെരിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒന്ന് നോവലൈസ് ചെയ്തിട്ട് പറയുന്ന കഥാപ്രസംഗങ്ങളല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ കഥാപ്രസംഗങ്ങൾ എന്ന പേരിൽ നമ്മളെ നാട്ടിൽ എഴുന്നള്ളിക്കുന്ന സംഗതി എന്താണ്? അത് ഒരു ചരിത്രത്തിന്റെ ഒരു അല്പഭാഗത്തെ എടുത്തിട്ട് പിന്നെ അതിനെ പതപ്പിച്ച് നോവലൈസ് ചെയ്തിട്ട് പറയാം. ഇതിന് ചരിത്ര കഥാഖ്യാനം എന്ന് നമ്മൾ പറയും. സത്യത്തിൽ അത് ചരിത്രമല്ല. അതിന് ചെറിയ സംഭവങ്ങളായിരിക്കും അതിനെ പതപ്പിക്കാൻ. അതല്ല ചരിത്രം. ചരിത്രം എന്നാൽ ഒരു കാര്യം നടക്കുന്നതിന്റെ പിന്നിലെ വസ്തുത എന്ത്, ആ കാര്യം നടക്കാനുള്ള അടിസ്ഥാന കാരണം എന്ത്, ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ പഠന വിധേയമാക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹത്തെ കുറിച്ച് വരെ മാനുഷികമായ ചില താല്പര്യങ്ങളെ വെച്ചുള്ള കഥാകഥനങ്ങളും പാട്ടുകളും ചർച്ചകളും നടന്നത് കൊണ്ട് കൂടിയാണ് ഞാൻ ഈ വിഷയം പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം. തറവാട്ടുകാർ ധാരാളം ആളുകൾ കല്യാണം അന്വേഷിച്ചിരുന്ന പെണ്ണായിരുന്നു ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. ഉമ്മാന്റെ സ്ഥലത്തല്ലേ ആര്? അളയമ്മ. ബാപ്പ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. പിന്നെ ബാപ്പ ആ പെണ്ണുമായി വീട്ടിൽ കൂടിയിട്ടില്ലെങ്കിൽ പോലും ആ പെണ്ണിനെ നമുക്ക് ഉമ്മാന്റെ സ്ഥാനത്താണ്. മനസ്സിലായില്ല? ആ ബാപ്പ കല്യാണം കഴിച്ചിട്ട് അന്നനെ തൊലാക്കില്ലാലും ആ പെണ്ണി നമുക്ക് ആരാണ്? ബാപ്പ ആ പെണ്ണുമായി പ്രവേശിച്ചിട്ടില്ല വീട്ടില്, എന്നാലും ആ പെണ്ണി നമുക്ക് ആരാണ്? പറ, ആരാണ്? ഉമ്മല്ലേ? നിക്കാരണം ചെറുതങ്ങനത്തെ അതേ സ്ഥാനത്ത് തന്നെ നമ്മളൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് ആ പടത്തിൽ തന്നെ തൊലാക്കില്ലാലും ആ പെണ്ണ് ബാപ്പാക്ക് മോളല്ലേ? ഇതല്ലേ വിവാഹബന്ധം? മനസ്സിലായോ പറഞ്ഞത്?
ആ ഒരു ബന്ധത്തിന്റെ പവിത്രത പോലും കളഞ്ഞവരാണ് മക്കക്കാര്. ആ നാട്ടിലാണ് താഹിറാണ് പേര്. ആർക്ക്? ഖദീജ റളിയല്ലാഹു അൻഹ. താഹിറയാണ്, പരിശുദ്ധയാണ്, പരിശുദ്ധയാണ്, പരിശുദ്ധയാണ്. ചിന്തിക്കണം, പരിശുദ്ധയാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട്, അതൊക്കെ ഒരു ചരിത്രം ഉദ്ധരിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഖദീജ നബി എന്ന ഈ ബന്ധത്തിന്റെ അടിത്തറ എന്ത് എന്നുള്ളത് പറയലാണ്. വിവാഹം പിന്നെ പറയും, ഖദീജ ബിന്റെ അക്ബറും പറയും ഇൻഷാ അല്ലാഹ്. ഖദീജ ബിയുടെ സ്ഥാനപ്പേരുകളൊക്കെ പറയും ഇൻഷാ അല്ലാഹ് പിന്നീട്. ഇവിടെ എന്താ അടിസ്ഥാനം? അടിസ്ഥാനം ഇതാണ്. تفرست في وجه النبي فراسة عرفت بها ما كان من أمره سرا رأيت به نور النبوة ساطعا فأسرعت نحو النور فزت به مهرا എന്നാണ് കവി പറഞ്ഞത്. അപ്പൊ ഇതിനെപ്പറ്റി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. تفرست في وجه النبي فراسة عرفت بها ما كان من أمره سرا رأيت به نورا نبوة ساطعا فعرست نحو النور فزت به مهرا تفرست في وجه النبي فراسة ഭവതി അങ്ങ് മുത്തുനബിയുടെ മുഖത്ത് തഫറസ്തി ഫി വജ്ഹി നബി ഫിറാസതൻ അറഫ്തി ബിഹി മാ കാന മിൻ അംരിഹി സിർറൻ പുണ്യനബിയുടെ മുഖത്ത് ഒരു മഹാത്ഭുതം പൊട്ടിവിടരാനുണ്ട് എന്ന് നേരത്തെ മുഖലക്ഷണം കൊണ്ട് മനസ്സിലാക്കിയ പെണ്ണാണ് ആര്? ഖദീജ. ആ മുഖത്ത് അല്ലാഹ് ഒരു നബുവത്തിന്റെ ലക്ഷണമുണ്ട്. തഫറസ്തി ഫിറാസത്ത് എന്ന് പറഞ്ഞാല് മുഖലക്ഷണം കൊണ്ട് കാര്യം മനസ്സിലാക്കാൻ പണ്ഡിതയാണ്. അഖീലത്തു ഖുറൈശ്, ഖുറൈശികളിലെ അഖീലത്തു ഖുറൈശ് ഒരു പേരാ. അഖീലത്തു ഖുറൈശ്, ഖുറൈശികൾ പെണ്ണുങ്ങളിലെ ബുദ്ധിമതിയാണ് ആര്? ഖദീജ. ഒരു പേരെന്താ? അഖീലത്തു ഖുറൈശ്. ഖുറൈശികളിലെ ബുദ്ധിമതിയാണ് ഖദീജ. ഒക്കെ പറ, വെറുതെ ഇരിക്കട്ടാ, വെറുതെ ഇരിക്കരുത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അവരെ മൗലിദ് നമുക്ക് എല്ലാ ദിവസവും ഓതാം. ഈ ക്ലാസ് കഴിഞ്ഞവര് ഖദീജയുടെ മൗലിദ് ഓതണം ഇൻഷാ അല്ലാഹ്. അത് ഞാൻ അതിന്റെ പ്രിന്റ് എടുത്ത് തരും പിന്നീട്. എല്ലാ വീടുകളിലും ഖദീജയുടെ മൗലിദ് ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. تفرست في وجه النبي فراسة عرفت بها ما كان من أمره سرا അങ്ങ് ഭവതി അങ്ങ് മുഖലക്ഷണം കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കി. عرفت بها من أمري عرفت بها ما كان من أمره سرا ആരും കാണുന്ന രഹസ്യമായി കാര്യങ്ങളെ അങ്ങ് മനസ്സിലാക്കി. ഇവിടെ ഈ മനുഷ്യന്റെ ഒരു മഹാത്ഭുതം വരാൻ പോകുന്നുണ്ട് എന്നാ മുഖത്ത് നോക്കി നേരത്തെ അറിഞ്ഞ ആളാണ് ആര്? പറ, ഖദീജ റളിയല്ലാഹു എന്ന്. അതിനൊരു കാര്യം അസ്ബഹതി മഹദൻ ലിസാലത്തി ഹാളിനാ تلقيتها من حين ما نزلت اقرا وانت وانت التي طمأنت طه بأنه تلقى من الله الرسالة والذكرى. ഞാൻ വരാം, ആ ഭാഗത്തേക്ക് വരാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതിന് അടിസ്ഥാനപരമായ വേറെ സംഭവം കൂടി പറഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യം ഒന്നുകൂടി എളുപ്പം മനസ്സിലാവും. ഒരു രാത്രി ഉറങ്ങാണ് തന്റെ യൗവനകാലത്ത് ആര്? ഖദീജ ബീവി. അപ്പോൾ സൂര്യൻ ഇങ്ങനെ വലുതായി സ്വപ്നം കാണാൻ ആര്? ഖദീജ റളിയല്ലാഹു അൻഹ സ്വപ്നം കാണാൻ.
സൂര്യൻ അങ്ങനെ വലുതായി 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 വലുതായി. എന്നിട്ട് ആ സൂര്യൻ വന്ന് 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 മക്കായുടെ ആകാശമാകുന്ന മുകൾ ഭാഗത്തേക്ക് സൂര്യൻ ഇങ്ങനെ കേറി കേറി വന്നു. പിന്നെ സൂര്യൻ ഇങ്ങനെ ഇറങ്ങി ഇലാ ബൈത്തിഹാ. സൂര്യൻ ഇങ്ങനെ വന്നു. എവിടേക്ക് വന്നു? ഖദീജ ബീവിയുടെ വീട്ടിലേക്ക്. ഭൂമി മുഴുവനും അതുകൊണ്ട് പ്രകാശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ കാണാണ് ആര്? പണ്ട് 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 യൗവനകാലത്ത്, തന്റെ യൗവനകാലത്ത് സ്വപ്നം കാണാണ് ആര്? അങ്ങനെ ചിന്തിക്കണം. ഭയങ്കരാണ്. മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്ക് അല്ലാഹു തആല ബിശാറത്ത് നൽകും. അതായത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ബിശാറത്ത് നൽകും. ചിലപ്പോൾ മുഅ്മിനായിക്കോളണമെന്നില്ല ബിശാറത്ത് നൽകാൻ. ഉദാഹരണം പറയാ, സ്വപ്നം കണ്ട രാജാവും അത്ര വലിയ ആളൊന്നും അല്ലായിരുന്നല്ലോ, ഒരു മുഅ്മിനൊന്നും അല്ലായിരുന്നല്ലോ. സ്വപ്നം കണ്ട രാജാവ് ആരുടെ കാലത്ത്? നബിയുല്ലാഹി സയ്യിദുനാ യൂസുഫ്. അതായത് സമൂഹത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ അങ്ങനെയൊക്കെ അറിയിക്കും. ഇത് മക്കായിൽ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സന്ദേശങ്ങൾ കിട്ടാൻ യോഗ്യയായ ആളാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. പക്വമണ്ടിയാണ്, അങ്ങനെ പക്വനുണ്ട്. പിന്നെ വളരെ ത്വാഹിറത്താണ്, പിന്നെയോ തഹസീബത്താണ്, തറവാട്ടുകാരിയാണ്. ജീവിതത്തിൽ ഒരു തോന്നിയാസത്തിലേക്ക് നോക്കുക പോലും ചെയ്യാത്ത പെണ്ണാണ് ഖദീജ. അതുകൊണ്ട് തമ്മാടികൾ പോലും, ആ നാട് പോലും, ഞാൻ പറഞ്ഞില്ലേ തമ്മാടിത്തരം മുച്ചൂട് നടക്കുന്ന നാടാണ്. എന്നിട്ട് പോലും അവര് വിളിച്ചിരുന്നത് ത്വാഹിറ. ത്വാഹിറ. മക്കക്കാര് ഖദീജ ബീവിയെ നേരത്തെ വിളിച്ചിരുന്ന പേരാണ്. എന്തിന് ശേഷമല്ല, ഹബീബ റസൂൽ കല്യാണം കഴിച്ചിട്ടല്ല, പണ്ട് പണ്ടേ ഖദീജ ബീവിയെ വിളിച്ചിരുന്ന പേരാണ് എന്ത്? ത്വാഹിറ. അപ്പൊ അങ്ങനെ ഒരു സന്ദേശം അല്ലാഹു തആല കൊടുക്കുകയാണെങ്കിൽ അതിന് യോഗ്യയായ ആൾ തന്നെയാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. ഈ സൂര്യൻ ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ പൊങ്ങി 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 വന്നിട്ട് എന്ത് ചെയ്ത്? فقد جاءت الروايات بأنها رأت كأن شمسا عظيمة تهبط إلى منزلها من سماء مكة. സൂര്യൻ അങ്ങനെ പൊങ്ങിയിട്ട് പിന്നെ എന്ത് ചെയ്തു? كأن شمسا عظيمة تهبط إلى منزلها. تهبط إلى منزلها. എവിടേക്ക് ഇറങ്ങി വരിക? പറയാ, എവിടേക്ക് ഇറങ്ങി വരിക? ഖദീജാവിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ സൂര്യൻ ഇറങ്ങി വരുന്നത് കണ്ടു, സ്വപ്നം കണ്ടു. എന്ന് മാത്രമല്ല, പിന്നെ അത് എപ്പോഴും കാണലും പതിവായി, പിന്നെ ഉണർച്ചയിലും കാണും. അന്നാ കണ്ടതും മറക്കൂല, പിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും, ഉണർച്ചയിലും കാണും. സൂര്യൻ ഇങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരും ഖദീജയുടെ വീട്ടിലേക്ക് റളിയല്ലാഹു അൻഹാ എന്ന്. فيغمر ضوها ما يحيط المنزل من أماكن قصية بقاع. അടുത്തതും അകന്നതുമായ എല്ലാ പ്രദേശങ്ങളും അതുകൊണ്ട് ഇങ്ങനെ വെളിച്ചപ്പെടുക. മനസ്സിലായില്ലേ പറഞ്ഞത്? എന്തിന്റെ വെളിച്ചം? ഖദീജയുടെ വീട്ടിലേക്ക് ഇറങ്ങി വന്നൊരു വെളിച്ചം. ആ വെളിച്ചം കൊണ്ട് ഭൂമി ആകെ വെളിച്ചം. സൂര്യൻ ഇറങ്ങി വന്നു ആരെ വീട്ടിലേക്ക്? ഖദീജയുടെ വീട്ടിലേക്ക്. ആ ഒരു സൂര്യനെ കൊണ്ട് ഭൂമി ആകെ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നു. ഇതിങ്ങനെ കാണുകയാണ് ബഹുമാനപ്പെട്ട മാദിയ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. അങ്ങനെ എന്ത് ചെയ്ത്? വറക്ക എന്നൊരാളുണ്ടായിരുന്നു. വറക്ക അദ്ദേഹം വേദത്തെ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. ഒരടിസ്ഥാനം അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. ഏത് ക്രിസ്ത്യാനി? അതായത് വേദം നശിപ്പിക്കുന്നതിന് മുമ്പുള്ള വേദത്തിൽ വിശ്വസിച്ച സത്യ ക്രിസ്ത്യാനികളിൽ ഒരാളാണ് ആര്? വറഖത്ത് ബിൻ നൗഫൽ. അദ്ദേഹം യളാപ്പാന്റെ മകനാണ്. ആരുടെ? ഖദീജയുടെ. മനസ്സിലായില്ല? ഖദീജയുടെ യളാപ്പാടെ മോനാണ് ആര്? വറഖത്ത് ബിൻ നൗഫൽ. മറക്കരുതട്ടാ, അദ്ദേഹം മക്കയിലെ വേദപണ്ഡിതനാണ്.
അപൂർവമായി ചിലർ അദ്ദേഹത്തെ സമീപിക്കും. അപൂർവമായി സമീപിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം വല്ലാത്ത സത്യസന്ധനാണ്. അതുകൊണ്ട് മക്കയിലെ ഒരു തോന്നിയാസക്കാർക്കും ഇടപെടാൻ കഴിയില്ല. ആരോട്? വറക്കയോട്. പക്ഷെ വറക്ക എല്ലാവർക്കും അറിയാം, വറക്ക ഭയങ്കര ആളാണ്. ഒരു ഖുറൈശികൾ അത്രയും കാര്യപ്പെട്ട വിഷയത്തിൽ മാത്രമാണ് ആര് വരിക? വറക്ക വരിക. വറക്ക വരിക എന്ന് പറഞ്ഞ സംഭവമാണ്. അദ്ദേഹം വലിയ വേദപണ്ഡിതനാണ്. അവൻ ആരുമാണ്? ആ നാട്ടിലന്ന് വേദം അറിയുന്ന ആളാണ്. ആര്? വറക്ക. വറക്ക ഖദീജ ബീവിക്ക് ആങ്ങളെയാണ്. മനസ്സിലായില്ല? ഇബ്നു അമ്മിഹാ. ഇബ്നു അമ്മിഹാ ഖദീജ ബീവിയുടെ എളാപ്പാന്റെ മോനാണ്. അപ്പൊ ആരാണ്? ആങ്ങളെയാണ്. ആങ്ങളെയാണ്. അപ്പൊ ഇതിങ്ങനെ കണ്ടപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? ഫസാറഅത് ഇലാ ദാരി ഇബ്നു അമ്മിഹാ. വറക്കാന്റെ പെരയിൽ പോയി. ഇക്കാക്ക് ഇതിങ്ങനെ കാണുന്നുണ്ട് ഇടക്കിടക്ക് എന്നറിഞ്ഞു. അപ്പോൾ വറക്കാറ ഭയങ്കര പണ്ഡിതനാണ്. വറക്ക വേഗം തഅബീർ പറഞ്ഞു. എന്താ തഅബീർ പറഞ്ഞത് എന്നറിയോ? വറക്ക പറഞ്ഞു, ദനാ സമാനുൻ ലിന്നബിയിൽ മുൻതളർ. ലോകത്തിന് മുഴുവൻ ഒരു പ്രവാചകൻ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രവാചകനിൽ സന്ദേശം അറിയിച്ചിട്ടാണ് ഈസാ പിരിഞ്ഞു പോയിട്ടുള്ളത്. ആ പ്രവാചകൻ വരാനുള്ള സമയമായിട്ടുണ്ട്. ആ പ്രവാചകന് നിന്റെ വീടുമായി ബന്ധമുണ്ട്, നീയുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകനെ എല്ലാ നിലയിലും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്. ആ പ്രവാചകൻ ഭൂമിയാകെ പ്രകാശിക്കുന്നതായി നീ കാണാനുള്ള കാരണം ഇത് മറ്റുള്ള പ്രവാചകന്മാരെ പോലെയല്ല. ഇനി വരുന്ന പ്രവാചകൻ ലോകത്തിന് മുഴുവനും അനുഗ്രഹമാകുന്ന പ്രവാചകനായിരിക്കും. ആ പ്രവാചകനെ സ്വന്തം മടിത്തട്ടിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കുണ്ട് എന്നാണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്ന് വറക്ക പറഞ്ഞേ. ഇത് പിന്നെ ഡായിമൻ കാണും. ഇടക്കിടക്ക് ഇങ്ങനെ യക്കളത്തിൽ ഇരിക്കുകയാണെങ്കിലും അന്നാ കണ്ട സ്വപ്നം പിന്നെ അങ്ങനെ ആവർത്തിക്കും. മനസ്സിലാണ്ട് പറഞ്ഞത്. അപ്പൊ ഖദീജ ബീവിയെ സംബന്ധിച്ചിടത്തോളം ഖദീജ ബീവി കാത്തിരിക്കാണ് ഇയാളെ. മനസ്സിലാവുണ്ടോ? ചിന്തിക്ക്. അത് മക്കയിന്നായിരിക്കും ആ ആള്. വറക്ക പറഞ്ഞു ആ ആള് എന്തിൽ നിന്നാണ് വരിക? മക്കയിന്നാണ് വരിക. വന്ന പ്രവാചകന്മാരെ പോലെയല്ല, ലോകത്തിന് മുഴുവൻ പ്രവാചകനാണ്. ഒന്ന് പിന്നെ ആ പ്രവാചകൻ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമാണ്. നിന്റെ മടിത്തട്ടുമായി ആ പ്രവാചകന് ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകനെ സംരക്ഷിക്കേണ്ടതും പരിചരിക്കേണ്ടതും പ്രവാചകന് വേണ്ടി ചെലവഴിക്കേണ്ടതും നീയാണ്. രണ്ട് ഭർത്താക്കന്മാർ നേരത്തെ വിവാഹം കഴിച്ച് മരിച്ചിട്ടുണ്ട്. നിർഭാഗ്യം എന്നാ പറയാ, സത്യത്തിൽ നിർഭാഗ്യമല്ല, ചരിത്രത്തിലൊരു ഭാഗ്യമാണ്. നിർഭാഗ്യം എന്നല്ല പറഞ്ഞുകൂടാ, നിർഭാഗ്യം എന്ന് പറഞ്ഞുകൂടാ. ഖദീജ ബീവിയെ സംബന്ധിച്ചിടത്തോളം ഖദീജ ബീവി കാത്തിരിക്കാണ് ഇയാളെ. ഇനി ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചു നോക്ക്. മനസ്സിലായില്ല? എല്ലാ പെണ്ണുങ്ങളും കളിയാക്കി. നേരത്തെ ഞങ്ങളോട് പറഞ്ഞു യഹൂദി എന്ത് ചെയ്തിട്ടുണ്ട്? മത്താഫിൽ എന്നോട് വിളിച്ചു പറഞ്ഞേ പ്രവാചകൻ വരാനുള്ള സമയം ആയിട്ടുണ്ട്, അതുകൊണ്ട് പ്രവാചകനെ വിരിപ്പാകാൻ സൗകര്യമുള്ള പെണ്ണുങ്ങളെല്ലാം വിരിപ്പായിക്കോളൂ എന്നെ പിന്നെ യഹൂദി വിളിച്ചു പറഞ്ഞല്ലോ മത്താഫില്. അപ്പൊ മറ്റുള്ള പെണ്ണുങ്ങളെല്ലാം ഇയാളെ കളിയാക്കി. ആര് കളിയാക്കിയില്ല? ഖദീജ റളിയല്ലാഹു അൻഹാ. എന്തുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം ഖദീജ ബീവി കാത്തിരിക്കാണ്. നേരത്തെ കാണുന്ന സ്വപ്നം, വറക്ക പറഞ്ഞ വ്യാഖ്യാനം, യഹൂദി പറഞ്ഞ ശബ്ദം എല്ലാം കൂടി ഒപ്പിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കാണ്. ആര്? ഖദീജ. ഇതന്നെയാണ് ഈ വിവാഹത്തിന്റെ അടിസ്ഥാന കാരണം. അല്ലാതെ ഖദീജ ബീവിയെ പുതിയാപ്പിള കിട്ടാത്തതുകൊണ്ടല്ല. മക്കയിലെ പ്രമാണികളെല്ലാം കല്യാണം അന്വേഷിച്ചിരുന്നു. ആരെ? രണ്ടാമത്തെ ഭർത്താവ് മരിച്ചപ്പോ മക്കയിലെ പ്രമാണികളെല്ലാം കല്യാണം അന്വേഷിച്ചിരുന്നു. പക്ഷേ ഖദീജ ബീവി തയ്യാറായില്ല. എന്തുകൊണ്ട്? ഖദീജ ബീവിക്ക് അങ്ങനെ ഉണ്ടല്ലോ, അവർക്ക് മണക്കോലോ. ഫിറാസത്തിന്റെ ഇൽമുള്ള ആളുകളല്ലേ. ഫിറാസത്തിന്റെ ഇൽമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ?
കാര്യങ്ങൾ അടുത്തത് അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. തഫറസ്തി എന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ മുഖലക്ഷണം നോക്കി കാര്യങ്ങളെ മനസ്സിലാക്കി. തഫറസ്തി ഫീ വജ്ഹിൻ നബി ഫിറാസത അറഫ്തി ബിഹാ മാ കാന മിൻ അംരിഹി സിറാ റഅയ്തി ബിഹി നൂറൻ നബുവതി സാതിയാ فأسرعت نهب النور فزت به مهرا. നിങ്ങൾ മഹറായി നിശ്ചയിച്ചു. എന്ത്? ആ പുതിയാപ്പള്ള കിട്ടൽ തന്നെയാണ് മഹർ. മഹർ കൊടുത്തിട്ടുണ്ട്. കവി പറയാണ് ഖദീജക്കുള്ള മഹർ എന്തെന്നെയാണ്? ആ പുതിയാപ്പള്ള കിട്ടുക എന്നുള്ളത് തന്നെയാണ് മഹർ. എന്തുകൊണ്ട്? ഇത് പല്ലേ ഒരാളല്ലേ, ചരിത്രത്തിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് നോക്ക്. അതുകൊണ്ട് തന്നെ ലോകത്തിന് മഹാത്ഭുതമുണ്ട്. ലോക ചരിത്രത്തിൽ ആദ്യം മോമിനായ ആളാരാ? ഖദീജ. ഹത്താ ഖബ്ല അബീ ബക്കർ, റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബറിനേക്കാൾ മുമ്പ് ആദ്യം മോമിനായ ആളാരാ? ഉമ്മുനാ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹാ. എത്രയോ സ്ഥലത്താരെയൊക്കെ കാണാം. ഞാൻ ഇബ്നു ഇസ്ഹാഖിന്റെ ചരിത്രം വായിക്കാം. وآمنت به خديجة بنت خويلد وصدقت بما جاء به من الله وآزرته على أمره فكانت أول من آمن بالله ورسوله. ഇബ്നു ഇസ്ഹാഖ് ലോകം കണ്ട താരീഖിയാണ് ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ താരീഖിൽ പറയുന്നത് നിങ്ങൾ നോക്കൂ. ഇതന്നെ ഇബ്നു ഹിശാം പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു. وآمنت به خديجة. خديجة ബീവി ഹബീബ നബിയിൽ വിശ്വസിച്ചു. وصدقت بما جاء به من الله وآزرته على أمره فكانت أول من آمن بالله ورسوله. فكانت أول من آمن بالله ورسوله. അല്ലാഹുവിലും റസൂലിലും ആദ്യം വിശ്വസിച്ച ആളാരാ? ഉറക്കപ്പറ ഖദീജ. എന്തുകൊണ്ട്? വിവരം നേരത്തെ തന്നെ ഉണ്ട്. ഇനി ആളുണ്ട് എത്തിയാ മതി. നമുക്ക് പിന്നെ പറയാം. എന്നാൽ ഇപ്പൊ ഒരു വാക്കുകൊണ്ട് ഒരു കാര്യം കേട്ടോളൂ. ഈ സംഭവം റസൂലുള്ളാഹിക്ക് ഇഖ്റ കിട്ടിയിട്ട് ഇങ്ങനെ വരുമല്ലോ വീട്ടിൽ കയറി വന്നിട്ട് ഖദീജ ബീവി പുതപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഓടാണ് ആരടുത്തേക്ക്? പിന്നെ വറക്കന്റെ അടുത്തേക്ക്. പിന്നെ നബിയെ കൊണ്ടുപോകണമുണ്ട്. ആദ്യം ഓടാണ് വറക്കന്റെ വീട്ടിലേക്ക്. ഇക്കാക്ക അങ്ങനെ പറഞ്ഞ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ലക്ഷണമൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഫദാലിക നാമൂസുല്ലദി അൻസലല്ലാഹു അലാ മൂസ. അത് മൂസാക്ക് ഇറങ്ങി വന്ന ജിബ്രീൽ തന്നെയാണ്, പേടിക്കണ്ട, ആള് നബിയാണ്. ആര് പറയും? വറക്ക പറയും. തിങ്കളാഴ്ച നബുവത്തിട്ടി, തിങ്കളാഴ്ചനെ വിശ്വസിച്ച്, തിങ്കളാഴ്ച നബുവത്ത് കിട്ടി. തിങ്കളാഴ്ച തന്നെ മുഅ്മിനത്താണ് ഖദീജ. തിങ്കളാഴ്ച മുഅ്മിനത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സും 6 മാസവും 5 ദിവസവുമായപ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. 40 വയസ്സും 6 മാസവും 5 ദിവസവും ആകുന്ന സന്ദർഭത്തിലെ തിങ്കളാഴ്ച നബുവത്ത് കിട്ടിയ ആർക്ക്? മുത്ത് മുഹമ്മദ് മുസ്തഫ. വെളുപ്പിന് നബുവത്തും കൊണ്ടുവരിക. പിന്നെ പുറപ്പെട്ടു കൊടുത്തു. ഓടി ആരടുത്തേക്ക്? വറക്ക. അന്നെ വറക്കന്റെ അടുത്തേക്ക് പിന്നെ കൊണ്ടുപോകണുണ്ട് നബിയെ റളിയല്ലാഹു അൻഹു. ഒന്ന് പറയാ റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരൊക്കെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ചിന്തിക്ക് സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ തിങ്കളാഴ്ച നബുവത്ത്. തിങ്കളാഴ്ച തന്നെ ഫകാനത്ത് അവ്വല മൻ ആമന ബില്ലാഹി വറസൂലിഹി. ഇത് അഭിപ്രായം ഇബ്നു ഹിശാം പറയുന്നുണ്ട്. ഇതേ അഭിപ്രായം വേറെയും കാണാം, ഇസ്തിആബിൽ കാണാം. ഇതേ അഭിപ്രായം കാണാം, വേറെയും കാണാം. فهي أول من آمن من النساء بالاتفاق بل أول من آمن مطلقا. മൊത്തത്തിൽ ആദ്യം മുഅ്മിനായ ആൾ ആരാണ്? പറയാം. മൊത്തത്തിൽ ആദ്യം മുഅ്മിനായ ആൾ ഖദീജയാണ്. ആദ്യം മുഅ്മിനായ ആൾ ഖദീജയാണ്.
റളിയല്ലാഹു അൻഹ. കാരണം എല്ലാം ഖദീജ ബീവി പറയുന്നുണ്ട്, ഞാൻ പിന്നീട് വിശദീകരിക്കാൻ വെക്കും ഇൻഷാ അല്ലാഹ്. ഖദീജ ബീവി പറയുന്നുണ്ട്, എന്നെ ഇസ്ലാമിലേക്ക് അടുപ്പിച്ചത്, ഞാൻ നിങ്ങളെ നേരത്തെ തന്നെ പിന്നെ പരിചരിച്ചത് നിങ്ങളെ സ്വഭാവമാണ്. നബി വന്നത് എന്തിനാണ് താനും? ഈ നുബുവത്ത് എന്തിന്റെ നുബുവത്താ? നുബുവത്തുൽ അഖ്ലാഖാണ്. സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ അല്ലാഹു അയച്ചത്. മുഹമ്മദ് മുസ്തഫ. ഈ നുബുവത്ത് സൽസ്വഭാവത്തിന് നുബുവത്താ. മനസ്സിലായില്ലേ? പറഞ്ഞു ولم يدانوه في علم ولا كرم مولاي صل وسلم. ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദ്യം വിശ്വസിക്കാനുള്ള കാരണം അതാണ്. എന്തുകൊണ്ട്? സൽസ്വഭാവം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൽസ്വഭാവം, നിറഞ്ഞ സൽസ്വഭാവം മുസ്തഫ നബിക്കുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയൊക്കെ ഹബീബായ നബിയെ സമാധാനിപ്പിക്കേണ്ടതുണ്ടോ അവിടെ എല്ലാം ഖദീജ ബിബി റളിയല്ലാഹു അൻഹ മുസ്തഫ നബിയെ സമാധാനിപ്പിച്ചതായി കാണുന്നുണ്ട്. ചിന്തിക്കണം. അതുകൊണ്ടാണ് കവി എന്ത് പറഞ്ഞത്? വാസ്ബഹതി മഹ്ദൽ ലിരിസാലതി ഹാളിനാ തലഖൈതിഹാ മിൻ ഹൈനി മനസലത് ഇഖ്റാ وأصبحت مهدا للرسالة حاضنا تلقيتها من حين منازلة ഇഖ്റാ ഇറങ്ങിയ അന്ന് മുതൽ തന്നെയും റിസാലത്തിനെ പരിചരിച്ചുകൊണ്ടും അതിന് വേണ്ടത് ചെയ്തു കൊടുത്തുകൊണ്ടും താൻ തന്നെ അതിനെ മടിത്തട്ടാക്കിയ ആളായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹാ. അന്തില്ലതി طمأنت طه بأنه تلقى من الله رسالة والإكرام وأنت التي അങ്ങാണ് ഒരാൾ ഭവതി അങ്ങൊരാളാണ്. طمأنت طه അങ്ങാണ് നബിയെ സമാധാനിപ്പിച്ചത്. بأنه تلقى من الله رسالة والإكرام അല്ലാഹുവിൽ നിന്ന് റിസാലത്തും സന്ദേശവും കിട്ടിയപ്പോൾ മുസ്തഫ നബിയെ സന്തോഷിപ്പിച്ച ആൾ ആരാണ്? സമാധാനിപ്പിച്ചത്. അതിന്റെ ഓരോ ഘട്ടങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഒരു ഘട്ടം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. ഇറങ്ങി വരികയാണ് മല ഇറങ്ങി വരികയാണ് ആര്? മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ പറഞ്ഞു, ഇന്നാരോ പേടിപ്പിച്ചു ഖദീജ. വെളുപ്പിന് വരികയാണ്. വെളുപ്പിന് സുബഹിയുടെ മുമ്പുള്ള 2 മണിക്കൂർ നേരാണ്. ആര്? അത് ആ സമയാണ് എല്ലാ രാത്രിയിലും അത്താഴ സമയം. മനസ്സിലായില്ല? ആ സമയമാണ് തഹജ്ജുദിന് അഫ്ളലായ സമയവും. ഏത് സമയം? മനസ്സിലായില്ല? മഹാനായ സയ്യിദുനാ ജിബ്രീൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ 1-ാമത്തെ ദിവസം ഇറാഖയിൽ ഇറങ്ങി വന്നില്ലേ? ആ നേരമാണ് ഏത് നേരം? തഹജ്ജുദ് നേരം. ആ നേരത്തെ ഖുർആൻ ഓതിയ വലിയ കൂലിയ, ആ നേരത്തെ ദിക്ർ ചൊല്ലിയ വലിയ കൂലിയ, ആ നേരത്തെ ഇസ്തിഗ്ഫാർ ചെയ്തിയ വലിയ കൂലിയ. ആ നേരം എന്ന് പറഞ്ഞാൽ ഒരു നിലക്ക് ലൈലത്തുൽ ഖദറിനോട് പോലും കിടപിടിക്കുന്ന അത്ര ഒരു പ്രധാനപ്പെട്ട നേരാണ്. ലൈലത്തുൽ ഖദറിന്റെ ഖുസൂസിയത്ത് അവിടെ അല്ലെങ്കിലും ഇജാബത്തുണ്ട്. അത്രയും പ്രധാനപ്പെട്ട നേരാ. ആ നേരത്തെ ഇറങ്ങി വന്നു സയ്യിദുനാ ജിബ്രീൽ. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ റബ്ബുക്കൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ ആയത്ത് ഓടിക്കൊടുത്തു, അത് പഠിപ്പിച്ചു. പിന്നെ ജിബ്രീൽ പിരിഞ്ഞുപോയി. മുസ്തഫ നബി ഓടി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വെളുപ്പിന് ഇങ്ങനെ മല ഇറങ്ങി ഓടി വരിക വീട്ടിലേക്ക്. ഹറമിന്റെ തൊട്ടടുത്താണ് വീട്. ആ ഹറമിന്റെ ഉള്ളില് കഅബാലയത്തിന്റെ ഏകദേശം അടുത്താണ്. അതിന്റെ
രീതി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇൻഷാ അള്ളാഹ്. ഏകദേശം അടുത്താണ്, കഅബാലയത്തിന്റെ ഏകദേശം അടുത്താണ് ആരുടെ വീട്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ വീട്ടിലേക്ക് ഓടി വരികയാണ്. നബിയും ഖദീജ ബീവിയും പാർക്കുന്ന വീട് അങ്ങോട്ട് ഓടി വരികയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ എന്നെ ആരോ ഖദീജ പേടിപ്പിച്ചു എന്ന് പറയാ. അപ്പോ ഖദീജ ബീവിക്ക് അറിയാം ഒരു ദിവസം അല്ലാഹു തആല ഈ ആളെ തെരഞ്ഞെടുക്കും. അപ്പൊ അതിങ്ങനെ കാത്തിരിക്കുന്ന സമയം. അപ്പൊ വേഗം പിന്നെ പറയുന്ന മറുപടി എന്താ? വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ. ഒന്നാമത്തെ സമാധാനിപ്പിക്കൽ. നിങ്ങൾക്കൊന്നും പറ്റൂല, നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, നിങ്ങൾക്കൊന്നും പറ്റൂല, നിങ്ങൾക്കൊന്നും പറ്റൂല, നിങ്ങൾക്കൊന്നും സംഭവിക്കും. അത് കവി പറഞ്ഞ നിങ്ങൾ وأصبحت مهدا للرسالة حاضنا تلقيتها من حين ما نزلت إقراب أنت التي طمأنت طه. ഭവതി അങ്ങാണ് മുസ്തഫ നബിയെ സമാധാനിപ്പിച്ചത്. മുഹമ്മദ് മുസ്തഫ റസൂൽ മുസ്തഫ തങ്ങളെ ഓടി വരും. ഒരു നിലക്ക് നോക്കിയാൽ രണ്ടവസ്ഥയിലുണ്ട് ഖദീജ ബീവിക്ക്. രണ്ടവസ്ഥ ഉണ്ട്. ഒന്ന് ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കാം, ഒന്ന് ഉമ്മാന്റെ സ്ഥാനത്ത് നിൽക്കാം. ഈ രണ്ടും ആർക്കുണ്ട്? അത് സത്യ സൗജത്തൻ ഉമ്മന്ന. റസൂലുള്ളാഹിനേക്കാൾ എത്ര വയസ്സുണ്ട്? 5 വയസ്സില്. നിങ്ങൾ ചിന്തിക്ക്, ഒരാൾക്ക് പഴയ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിന് കുട്ടി ഉണ്ടാവുന്ന പ്രായമാണല്ലോ എന്ത്. നിങ്ങൾ പറയേ, നിങ്ങൾ ചിന്തിക്ക്. അപ്പൊ ഭാര്യയാണ്. അതേ സമയത്ത് കൊണ്ട് എന്ത് ചെയ്യും? ഉമ്മാന്റെ പരിചരണം കൊടുക്കും. അതുകൊണ്ടാണ് ഭാര്യമാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നീട് ഖദീജ ബിയെ ഷറഫിനേക്കാൾ ഷറഫ് കുറക്കാൻ നോക്കും റസൂലുള്ളാഹി സമ്മതിക്കാത്തത്. ഞാൻ പിന്നെ അതിന് ഉദാഹരണം കാണിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ആദ്യം തന്നെ മുസ്തഫ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് تلقى من الله الرسالة والإكرام وأنت التي طمأنت طه. ഭവതി അങ്ങാണ് പുണ്യ റസൂലിനെ സമാധാനിപ്പിച്ചത് മുത്ത് മുഹമ്മദ് മുസ്തഫ. വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ. അല്ലാഹ് നിങ്ങളെ ഒരിക്കലും മോശിപ്പിക്കുകയില്ല. ഇന്നക ലതസിലുർ റഹ്മ. നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്. നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുന്നവനാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ ഭാരത്തെ വഹിക്കുന്നവനാണ്. സത്യത്തിന് എവിടെയെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ അതേറ്റെടുത്ത് സത്യത്തെ വിജയിപ്പിക്കുന്നവനാണ്. ആദ്യത്തെ സമാധാനിപ്പിക്കലാണ് ആരുടേത്? പറ, ആര്? പുണ്യ റസൂലിനെ സമാധാനിപ്പിച്ചത് ആദ്യം ഈ ദുനിയാവിൽ നിങ്ങളാണ്. ഈ മൗലിദ് ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിതരണം ചെയ്യും. എല്ലാ വീടുകളിലും ഖദീജാവിന്റെ മൗലിദ് വന്നു. എന്തുകൊണ്ട്? ഖദീജ ബീവിയെ പ്രശംസിക്കുന്ന ഒരാളെ റസൂലുള്ളാഹി ഒഴിവാക്കും. ഒരു വാക്ക് പറയുന്നുണ്ട്, ഖദീജയെ സ്നേഹിക്കുന്നവരോട് എനിക്ക് സ്നേഹമാണ്. ഖദീജയെ സ്നേഹിക്കുന്നവരോട് എനിക്ക് സ്നേഹമാണ്. എന്റെ നാൾ വരെ ആർക്ക് ഖദീജയെ ഇഷ്ടപ്പെട്ടു അവരോട് എനിക്ക് ഇഷ്ടമാണ്. ഖദീജ ബിന്റെ വാതിലൂടെ കയറിയ റസൂലുള്ളാഹി ഒഴിവാക്കും. ഖദീജ ബീവിന്റെ വാതിലൂടെ കയറുന്നവരാണ് പിൽക്കാലഘട്ടത്തിൽ ഭാര്യമാര് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നബി ഇന്ന് കാര്യം നേടാൻ വേണ്ടി ചെയ്തിരുന്ന ഒരു പതിവ് ഖദീജ ബീവിയെ പറ്റി നല്ലത് ഇങ്ങനെ പറയണം. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടം. സല്ലല്ലാഹു അലൈഹി വസല്ലം وأنت التي طمأنت طه بأنه
തലഖാ മിനല്ലാഹി റിസാലത വൽ ഇക്റാം. അല്ലാഹുവിൽ നിന്ന് ഈ സത്യസന്ദേശം വഹിച്ചു വന്നപ്പോൾ പുണ്യനബിയെ സമാധാനിപ്പിച്ച ആദ്യത്തെ ആളും അങ്ങല്ലേ. അവിടെ അങ്ങല്ലേ. വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്ത്? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയറ് കീറുന്ന സംഭവം ഖദീജ ബീവിയുടെ വിവാഹകാലത്തുണ്ട്. പലവട്ടം വയറ് കീറിയിട്ട് ശുദ്ധീകരിച്ചിട്ടുണ്ട്. ആരെ? റസൂലാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംഭവം കേട്ടോളി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ കൂടെ താമസിക്കുന്ന കാലത്ത് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ് കീറി ശുദ്ധീകരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. റഅ സല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ ഫി മനാബിഹി അന്ന സഖഫ ബൈതിഹി നുസിഅത് മിൻഹു ഖശബ. വീട്ടിന്റെ മുകൾ ഭാഗത്തിൽ നിന്ന് എന്ത് ചെയ്തു എന്നും മുകൾ ഭാഗത്തെ നീക്കപ്പെട്ടു. എന്നിട്ട് ഒരു വെള്ളിയുടെ കോണിങ്ങിട്ട് ഇറക്കി വീട്ടിലേക്ക്. റസൂൽ അങ്ങനെ കാണാണ്. എന്നിട്ട് റസൂലിന്റെ അടുത്തേക്ക് രണ്ടാളുണ്ട് വന്നു. ആരുടെ കാലത്ത്? നബി ഭാര്യയാണ്. ആരുടെ? നബിയുടെ ഭാര്യയാണ്. ആര്? അവരെ ദാമ്പത്യ ജീവിത കാലത്തുണ്ടായ ഒരു സംഭവമാണ്. റസൂൽ വീട്ടിൽ കിടക്കുന്ന നേരത്തെ എന്ത് ചെയ്യാണ്? വീട്ടിന്റെ മുകൾ ഭാഗത്ത് നീക്കിയിട്ട് ഒരു കോണിങ്ങിട്ട് ഇറക്കി. എന്നിട്ട് അതിലൂടെ രണ്ടാളിങ്ങനെ ഇറങ്ങി വന്നു. അങ്ങനെ രണ്ടാളുണ്ട് ഇറങ്ങി വന്നു. റസൂലുള്ളാഹിക്ക് സഹായം തേടാൻ ആരോ എന്തോ ചെയ്യണോന്ന് പറയണുണ്ട്. ഇപ്പൊ മുനിയാൽ കലാമോ മുണ്ടാമിയാടെ പറയുന്ന മനസ്സിലാവണ്ടേ വന്നു. എന്നിട്ട് ഒരാൾ നേരെ അങ്ങോട്ട് വന്ന് പിന്നെ തൊട്ടടുത്തിന് വന്നിരുന്നു. ഒരാൾ നേരെ അയാൾ അപ്പുറത്തോണ്ടിരുന്നു. ഒരാൾ റസൂലുള്ളാഹിന്റെ ഉള്ളിലേക്ക് കൈയാണ് കയറ്റി. രണ്ട് വാരിലിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കൈ അങ്ങോട്ട് ഉള്ളിൽ ഇട്ടിട്ട് റസൂലുള്ളാഹിന്റെ കരളിന്റെ ഉള്ളിലേക്ക് കൈ അങ്ങോട്ട് കയറ്റി അയാള്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജിദ് ബർദഹ, തണുപ്പ് ഇങ്ങനെ നബി അനുഭവിക്കുന്നുണ്ട്. കൈയിന്റെ തണുപ്പ് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അമ്പിയാക്കന്മാരുടെ സ്വഭാവമാണ്. ലോകത്തെ ഈ ശുദ്ധീകരിക്കൽ ഏറ്റവും നടത്തപ്പെട്ട ആളാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാള് വന്ന് വെള്ളിയുടെ കോണിങ്ങിട്ട് ഇറക്കി. എന്നിട്ട് എന്ത് ചെയ്ത്? രണ്ടാള് വന്നു. റസൂലുള്ളാഹി അത് അനുഭവിക്കുന്നുണ്ട്. അതായത് കേവലം എന്തല്ല, സ്വപ്നല്ല കുട്ടിയെ. ഒരാൾ വന്ന് തൊട്ടടുത്തിരുന്നു, ഒരാൾ അപ്പുറത്തിരുന്നു. എന്നിട്ട് കൈ എന്ത് ചെയ്തു? രണ്ട് വാരിയെല്ലാം ഇങ്ങനെ അകത്തിയിട്ട് ഉള്ളിലേക്ക് കയ്യാണ് ഇട്ടു. ഇങ്ങനെ കയ്യാണ് ഇട്ടിട്ട് ഉള്ളിന്റെ ഉള്ളിലേക്ക് കയ്യാണ് ചെന്നപ്പോ ആ കയ്യിന്റെ തണുപ്പ് ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? നബി അനുഭവിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുണ്ടണമെന്നുണ്ട്. ഇന്നെന്തോ കാട്ടുന്നോ, ഇന്നെന്തോ ചെയ്യുന്നോ. ജനങ്ങളോട് സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. പക്ഷെ മുനിയാൽ കലാമു, കലാമ നിരോധിക്കപ്പെട്ടു. വായുത്തല്ല മോനെ, കലാമന്നെ നിരോധിക്കപ്പെട്ടു. അതായത് മിണ്ടാൻ വയ്യ, പറയണമെന്നുണ്ട്. പക്ഷെ എന്തില്ല, സംസാരിക്കാൻ വയ്യ. ആ അവസ്ഥ ഉണ്ടായി. കൈയിന്റെ തണുപ്പ് ഇങ്ങനെ നബി അയാൾ എന്ത് ചെയ്തു? റസൂലുള്ളാഹിന്റെ നേരെ ഹൃദയം പുറത്തേക്ക് എടുത്തു. എന്നിട്ട് അയാളെ കയ്യിലേക്ക് റസൂലുള്ളാഹിന്റെ കൽബിനെ വെച്ചു. ഇത് വല്ലാത്തൊരു ഹൃദയം തന്നെയാണ് എന്ന് ഇയാൾ മറ്റയാളോട് പറഞ്ഞു. ഏറ്റവും നല്ല ഹൃദയമാണ് എന്ന് ഒരാൾ മറ്റയാളോട് പറയാ എന്ന് ചിന്തിക്കണം. അപ്പൊ എന്താ ഇതിന് കാത്തിരിക്കല്ലേ പുണ്യ മുഹമ്മദ് മുസ്തഫ. അവര് പിരിഞ്ഞു പോയതിനു ശേഷം നടന്ന കാര്യങ്ങളെല്ലാം ഖദീജ ബീവിയോട് പറഞ്ഞു. അപ്പോൾ ഖദീജ ബീവി മുത്തുനബിയോട് പറഞ്ഞു, ബിശ്ർ, സന്തോഷിച്ചോളി, സന്തോഷിച്ചോളി, സന്തോഷിച്ചോളി. അല്ലാഹു ഖൈറല്ലാതെ ഒന്നും നിങ്ങളെ കൊണ്ട് ചെയ്യുകയില്ല. നിങ്ങൾക്ക് സന്തോഷിക്കാം, നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്ന്
വേറെയും സംഭവമുണ്ട്. ഇനി ജിബ്രീലിനെ പരീക്ഷിക്കുന്നുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഉറക്കെ പറ. അങ്ങനെയും ഉണ്ട്. ജിബ്രീലിനെ പരീക്ഷിക്കുന്നുണ്ട്. ജിബ്രീൽ തന്നെയാണോ മലക്ക് തന്നെയാണോ? വറക്കന്റെ പെങ്ങളല്ലേ, വിവരം ഉണ്ടാവുമല്ലോ. ഭയങ്കര പരിപാടി. ജിബ്രീലിനെ പരീക്ഷിക്കാര് ജിബ്രീലിനെ ആദ്യഘട്ടങ്ങളിൽ ജിബ്രീൽ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി പരീക്ഷിക്കണം. ഒരു സംഭവമുണ്ട്. ആ സംഭവം ഞാൻ പറഞ്ഞു. അത് നബിക്ക് ഉറപ്പിച്ചു കൊടുക്കുക. ധാരനാണ് ജിബ്രീൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ചിന്തിക്കണം. താരീഖിൽ ഇത് കാണാം, അവരുടെ സീറത്തുൻ നബവിയിൽ കാണാം. ചിന്തിക്കുക. حدثني إسماعيل بن أبي حكيم مولى أبي آل الزبير أنه حدث عن خديجة أنها قالت لرسول الله صلى الله عليه وسلم حبيب النبي പറയാ أتستطيع أن تخبرني بصاحبك هذا الذي يأتيك إذا جاءك. നിങ്ങൾ അടുത്തേക്ക് വരുന്ന ഈ ആളെ പറ്റി ഒന്ന് വിശദമായി എനിക്കൊന്ന് പറഞ്ഞുതരാൻ കഴിയുമെന്ന് ചോദിച്ചു. ആര്? ഖദീജ ബീവി. ഇടക്കിടക്ക് നിങ്ങൾ വരുന്ന ആദ്യത്തെ ഘട്ടങ്ങളിൽ ആര് വരികയാണ്? ആര് വരിക? സയ്യിദുനാ ജിബ്രീൽ. നിങ്ങളടുത്തേക്ക് വരുന്ന ഈ ആളെ എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഅം, അതെ പറഞ്ഞുതരാം. കാലത്ത് അപ്പോൾ ഖദീജ ബീവി പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, കോലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. കാലത്ത് പിന്നെ ഖദീജ ബീവി പറഞ്ഞു, ഇതാ ചാക ഫഅഖ്ബിർനി ബിഹി. ഇനി ആ ആൾ നിങ്ങളടുത്ത് വരികയാണെങ്കിൽ എന്നോടൊന്ന് പറയണമെന്നാണ്. അങ്ങനെ ഇനി ഈ പറഞ്ഞ ആള് ഈ ജിബ്രീൽ ഇനി വരികയാണെങ്കിൽ എന്നോടൊന്ന് പറയണം എന്ന് പറഞ്ഞു. ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. യാ സുബ്ഹാനല്ലാഹ്, യാ സുബ്ഹാനല്ലാഹ്, യാ സുബ്ഹാനല്ലാഹ്. ഫജാഅഹു ജിബ്രീൽ. അങ്ങനെ പുണ്യ നബിയുടെ അരികിൽ ജിബ്രീൽ വന്നു അലൈഹിസ്സലാം. ഫഖാല റസൂലുള്ളാഹ്, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ഖദ് ജാഅനി. ആൾ വന്നിട്ടുണ്ട്. ആരോട്? ഖദീജ പറഞ്ഞു, പരീക്ഷിക്കുന്ന ആളാണ്. നിങ്ങൾ ആലോചിക്കണം, റസൂലുള്ളാഹി ആൾക്ക് കൊടുക്കുന്ന സ്ഥാനം. വന്നിട്ടുണ്ട് ഖദീജ. ഖാലത്ത്, അപ്പൊ ഖദീജ ബീവി പറഞ്ഞു, ഖും യാ ഇബ്ന അമ്മ ഫാജ്ലിസ് അലാ ഫഖദിയൽ യുസ്റാ എന്ന് എന്റെ ഈ ഇടത്തെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വന്നിരിക്കുക നബി എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ ഇരുത്തി. فقام رسول الله فجلس عليها قالت هل ترى. നമുക്ക് അടുത്ത് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ചേർത്തി. ഹൽ തറാഹു, നിങ്ങൾക്ക് ഈ ആളെപ്പോൾ കാണുന്നുണ്ടോ ചോദിച്ചു. ഖാല നഅം, അതേ കാണുന്നുണ്ട് പറഞ്ഞു. ഫതഹബ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹബ്ബൽ ഫജൽസ അലാ ഫഖദിൽ യുംന, ന്റെ വലഭാഗത്ത് വന്നിരിക്കുന്ന പറഞ്ഞു. അങ്ങനെ വലഭാഗത്തേക്ക് ഇങ്ങനെ നീക്കി പുറത്തേക്ക് ഇരുത്തി. ഹൽ തറാഹു, നിങ്ങൾ കാണുന്നുണ്ടോ ചോദിച്ചു. അതേ കാണുന്നുണ്ട് പറഞ്ഞു. ഇടഭാഗത്തേക്ക് വലഭാഗത്തേക്ക് നീക്കിയിരുത്തി. റസൂൽ ആരടുത്തേക്ക്? ഇടത്തെ തൊടയുടെ മേലിനാണ്. മനസ്സിലായില്ല? വലത്തെ തൊടയുടെ മേലിനാണ് ഇങ്ങോട്ട് കയറ്റിയിരുത്തി. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ചോദിച്ചു. അതേ കാണുന്നുണ്ട് പറഞ്ഞു. ഞങ്ങൾ കാണുന്നുണ്ട്. ഫതഹബ്ബൽ നഫാജിൽസ് ഫി ഹിജ്റിന്റെ മടിയിൽ വന്നിരിക്കണം. ഇവിടുന്ന് കയറ്റി എവിടെ ഇരുത്തി? എന്റെ മടിയിലിരിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ഇവിടുന്ന് എഴുന്നേറ്റിട്ട് മടിയിലാണ്ടിരുന്നു. അതായത് കാലിന്റെ ഇടയിലാണ്ടിരുന്നു. ആരുടെ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. ഫതഹബ്ബല റസൂലുള്ളാഹി ഫജലസ ഫി ഹിജ്രിഹാ, അവരുടെ മടിത്തട്ടിൽ മടിയിലാണ് വന്നിരുന്നു. ഹൽ തറ, നിങ്ങൾ ആ ആളെ കാണുന്നുണ്ടോ ചോദിച്ചു. അതേ നഅം കാണുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ മുഖപടം ഇട്ട ഖദീജ ബീവി നേരെ മുഖപടം അടുപൊണ്ടിച്ചു. മനസ്സിലായില്ല? അറബി പെണ്ണുങ്ങൾ ഇടുന്ന മുഖപടം ഉണ്ട്. ആ മുഖപടം എന്തേത്? മുഖപടമാണ് പൊന്തിച്ചിട്ട് ഔറത്ത് കാണാവുന്ന കോലത്തിലാണ്ടിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹാ. വഹുവ ജാലിസുൻ ഫി ഹിജ്രി. റസൂലുള്ളാഹിന്റെ മടി, ഖദീജയുടെ മടിയിൽ ആരുണ്ട്? റസൂലുള്ളാഹി ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യക്ഷമായ ഭാഗങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നു ഖദീജ. മുഖപടം ഉയർത്തി പെണ്ണുങ്ങളുടെ മുൻഭാഗത്തെ പ്രത്യക്ഷപ്പെടുത്തി അങ്ങനെ കണ്ടിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹാ.
സുമ്മക്കാലത്തിലഹു പിന്നെ ചോദിച്ചു ഹൽ തറാവു നിങ്ങൾ കാണുന്നുണ്ടോന്ന് ചോദിച്ചു. ഫഖാലല്ല ആളെ കാണില്ല. ഫഖാലത്ത് അപ്പൊ പറഞ്ഞു ഫദാക്കൽ ജിബ്രീൽ. പെണ്ണുങ്ങൾ കുപ്പായം കൊടുത്ത ഒരാള് കാണില്ലെങ്കിൽ ആളാരെന്നെ, അതാരെന്നെ, അത് മലക്കെന്നെയാണ്. ഇല്ല ശൈത്താൻ. ഞാനിവിടെ കുപ്പായം പൊന്നിച്ചപ്പോഴും അയാൾ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പിക്ക അയാൾ ആരാണ്? ഭയങ്കര എന്താ ബുദ്ധി. പറഞ്ഞത് മനസ്സിലായില്ലേ? ഭയങ്കര സംഭവ. എത്ര സീറയില്ല ചരിത്രം പറയുന്നത്. ഇവിടെ ഇരുത്തി ഇവരിൽ പോണില്ല, ഇവിടെ ഇരുത്തി ഇവരിൽ പോണില്ല, മടിയിലിരുത്തി ഇവരിൽ പോണില്ല. അതിലെന്ത് ചെയ്ത് വസ്ത്രാണ് പൊക്കി. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ? മുൻഭാഗത്തെ വസ്ത്രത്തിന്റെ മുൻഭാഗം പൊന്തിച്ചു എന്നാണ്. അപ്പോൾ പിന്നെ അവിടെ ഹൽത്തറങ്ങൾ കാണുന്നുണ്ടോ ചോദിച്ചു. അല്ല കാണില്ല. ഫഖാല അപ്പോൾ കാലത്ത് അപ്പോൾ ഖദീജ ബീവി പറഞ്ഞു അബ്ശിർ ഫവല്ലാഹി ഇന്നഹു ലമലകുൻ. സന്തോഷിച്ചോളി, ഇയാൾ മലക്ക് തന്നെയാണ്. വമാ ഹാദാ ബിശൈത്താൻ. ഒരിക്കലും ശൈത്താനല്ല. എന്തുകൊണ്ട്? ഇത് ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു താരീഖിൽ പറയുന്നുണ്ട്. അതാണ് വലമ്മാ അതാ ജിബ്രീൽ قمت بخلعك النقاب فلم يمكث فعل انتهى بشرا فلما اتى جبريل قمت بخلعك النقاب. ജിബ്രീൽ വന്നപ്പോൾ നിങ്ങൾ മൂടുപടം ഉയർത്തിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഫലം യംകുസ്. പിന്നെ അവിടെ ആരും നിന്നില്ല, ജിബ്രീൽ നിന്നില്ല. പെണ്ണുങ്ങൾ വസ്ത്രം പൊന്തിച്ചോടത്തും നിന്നിട്ടില്ലെങ്കിൽ ഉറപ്പ് ആളാരെന്നെ അലക്കന്നെ. അവിടെയൊക്കെ ആണെങ്കിൽ ഉറപ്പിക്ക ആളാരാ? ശൈത്താനാണ് എന്ന് മഹദിയായ ഖദീജ ആരെ പരീക്ഷിച്ച്? ജിബ്രീലിനെ പരീക്ഷിച്ച പെണ്ണാണ്. ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. അവർക്ക് പറ فلما أتى جبريل قمت بخلعك النقاب فلم يمكث فعل انتهى بشرا. അപ്പോൾ സന്തോഷ വാർത്ത അറിയിച്ചു. അബ്ശിർ 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 യാ അബ്ശിർ യബ്ന അമ്മി. ഇന്തളാപ്പാന്റെ മോനെ എന്നാ നബിയെ പറയാ. യബ്ന അമ്മി, ഇന്തളാപ്പാന്റെ മോനെ. അതായത് കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഖുറൈശി പെണ്ണാണല്ലോ. ആര്? അതിന്റെ ഖുറൈശി പെണ്ണല്ലേ, ഖുറൈശിയത്താണ്. ഞങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഉമ്മു ഹബീബയായ ഖദീജ ബീവി അല്ലാത്ത ഒരു ഖുറൈശി പെണ്ണിനെ മുസ്തഫ നബി കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല ഉമ്മ ഹബീബ. ബാക്കിയൊക്കെ പുറത്തെ പെണ്ണുങ്ങളാണ്. ഖുറൈശി പെണ്ണി എന്നതിൽ കല്യാണം കഴിച്ചത് ആരെയാണ്? അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി പറഞ്ഞത് ഒട്ടകപ്പുറത്തേറുന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണുങ്ങൾ നിസാഉ ഖുറൈശ്. ഖൈറു നിസാഇൻ റകിബ്നൽ ഇബ്ല നിസാഉ ഖുറൈശ്. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുറൈശി പെണ്ണുങ്ങളാ എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? കുട്ടികളെ പോറ്റാനും അവർക്കറിയും, ഭർത്താവിനെ പരിചരിക്കാനും അവർക്കറിയും. അവർ കുട്ടികളെ പോലെ പെരുമാറും. മനസ്സിലായില്ല? ഖൈറു നിസാഇന റകബ്ന റകബ്ന അൽബില നിസാഉ ഖുറൈശ്. ഒട്ടകപ്പുറത്തേറി യാത്ര ചെയ്യുന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണുങ്ങൾ ഖുറൈശി പെണ്ണുങ്ങളാണ്. അവർ കുട്ടികളോടും യോജിക്കും, ഭർത്താവിനോടും യോജിക്കും. അവർ കുട്ടികൾക്ക് വേണ്ട പരിചരണം കുട്ടി എന്ന നിലയിലും നൽകും, ഭർത്താവിന് വേണ്ട പരിചരണം ഭർത്താവ് എന്ന നിലക്കും നൽകാൻ ഏറ്റവും യോഗ്യങ്ങളായ പെണ്ണുങ്ങൾ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഏറ്റവും നല്ല പെണ്ണുങ്ങൾ ഖുറൈശി പെണ്ണുങ്ങളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. ഉമ്മു ഹബീബിനെ കെട്ടിയിട്ടുണ്ട് റസൂലുള്ള. പിന്നീട് അതിൽ ലക്ഷ്യം ഉണ്ടായിരുന്നു എന്ത്? അബൂ സുഫിയാനെ അടുപ്പിക്കുക. അബൂ സുഫിയാന്റെ മോളാണ് ആര്? ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ. വേറെ ഒരുപാട് കാരണം ഉണ്ട് അതിൽ. ഒരു കാരണം അതാണ് അബൂ സുഫിയാനെ അടുപ്പിക്കുക. അബൂ സുഫിയാനെ അടുക്കുകയും ചെയ്തു റളിയല്ലാഹു. പിന്നെ അദ്ദേഹം മുസ്ലിമായി. അപ്പൊ നിങ്ങൾ ചിന്തിക്കി. ഇബ്ന അമ്മ അബ്ശിർ ഇബ്ന അമ്മി.
എളാപ്പാന്റെ മോനെ മുസ്തഫ നബിയെ ഇബ്നു അമ്മി എളാപ്പാന്റെ കുട്ടിയെ എന്നാണ് ആരെ വിളിക്കുക? പറയേ റസൂലുള്ളാഹിനെ വിളിക്കുക. ഇബ്നു അമ്മി എളാപ്പാന്റെ മോനെ എന്ന് വിളിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ മുഹമ്മദ് മുസ്തഫ സൗജത്തൻ ഉമ്മൻ എന്ന റിവായത്തുണ്ട്. ഭാര്യയായും നിന്നിട്ടുണ്ട്, ഉമ്മയായി പരിചരിച്ചിട്ടുണ്ട്. ആരെ? അതാ റസൂലുള്ളാഹിക്ക് മറക്കാൻ കഴിയാത്തത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദാഹരണം ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട്. യാ സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആദ്യം ഇസ്ലാമിൽ വന്നത് ഖദീജയാണ്. ഒരാൾക്ക് ഇസ്ലാം എന്താണെന്നറിയില്ല. അതിന്റെ മുമ്പ് ഇസ്ലാമായ ആൾ ഖദീജ. أول من آمن بالله وبرسوله مطلقا خديجة. ഈ ഭൂമിയിൽ മുത്തുനബിയെ കൊണ്ട് ആദ്യം വിശ്വസിച്ചാൽ ഖദീജ റളിയല്ലാഹു അൻഹു. യാ ഇബ്നു ഹസ്സഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഇബ്നു ഹിഷാം പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഒരുപാട് മുഹദ്ദിഥീങ്ങളും മുഫസ്സിരീങ്ങളും അത് ചർച്ച ചെയ്യുന്നിട്ടുണ്ട്. ഇസ്തിആബിൽ കാണാം. ബഹുമാനപ്പെട്ട ഉംദത്തുൽ ഖാരി രേഖപ്പെടുത്തിയതായി കാണാം. ഇമാം ഐനി ബദ്റുദ്ദീൻ ഐനി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉംദത്തുൽ ഖാരി രേഖപ്പെടുത്തിയതായി കാണാം. അവിടെ എല്ലാം വിശദമായ ചർച്ചയുണ്ട്. ആമന ബില്ലാഹി വബിറസൂലിഹി മുത്ലഖൻ. ആമന ബില്ലാഹി വബിറസൂലിഹി മുത്ലഖൻ. മുഖ്തദിൽ വിശ്വസിച്ച ആദ്യത്തെ ആൾ ആരാണ്? ഖദീജ. എന്ന് وأصبحت مهدا للرسالة حاضنا تلقيتها من حين ما نزلت اقرا وأنت التي طمأنت طه بأنه تلقى من الله الرسالة والإقراء. لما أتى جبريل قمت بخلعك النقاب فلم يمكن فعلى انتهاء بشرى. എല്ലാം ചെയ്തത് ഖദീജയാണ് റളിയല്ലാഹു അൻഹ. എന്തിന്? വഅവ്വലു മൻ സ്വല്ലാ മഅൻ നബിയിൽ മുസ്തഫ ഖദീജ. മുത്തുനബിയോടുകൂടെ ആദ്യം നിസ്കരിച്ച ആൾ ഖദീജയാണ്. വഅവ്വലു മൻ തവല്ലാ ഫീ ഹാദിഹിൽ ഉമ്മ ബഅദ നബിയിൽ മുസ്തഫ ഖദീജ. യാ അല്ലാഹ്, അതാ ഖദീജ. വർക്കപ്പറ. ഈ സമുദായത്തിൽ ആദ്യം നിസ്കരിച്ച ആൾ ഖദീജയാണ്. ആദ്യം മുമ്പ് റിവായത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കഅബാലയത്തിന്റെ അടുത്തേക്ക് വരും റസൂലുള്ളയും ആരും ഖദീജ. മുന്നേ റസൂലുള്ള ഉണ്ടാവും, ചിലപ്പോൾ അലിയാരുണ്ടാവും, ചിലപ്പോൾ റസൂലുള്ള ഉണ്ടാവും. അന്ന് നിസ്കാരം എന്താന്ന് ലോകത്തിന് അറിയില്ല. അക്കാലത്ത് അന്ന് 5 വക്ത് നിസ്കാരം കിട്ടിയിട്ടില്ല, മനസ്സിലായില്ല. രാവിലെയും വൈകുന്നേരമുള്ള നിസ്കാരമാണ്. 5 വക്ത് നിസ്കാരത്തിന് മുമ്പ് റസൂലുള്ളാഹിക്ക് 2 വക്ത് ഉണ്ടായിരുന്നു, രാവിലെയും വൈകുന്നേരം നിസ്കാരം. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ആ നിസ്കാരത്തിന് വേണ്ടി കഅബാലയത്തിന്റെ അടുത്തേക്ക് ഒരു മുത്ത് മുഹമ്മദ് മുസ്തഫ. കൂടെ ആരും ഉണ്ടാവും? ഖുവൈലിദിന്റെ മകളുണ്ടാവും. ഖുവൈലിദിന്റെ മകൾ പറഞ്ഞാൽ ഭയങ്കര ആളല്ലേ, തറവാട്ടുകാരി, മൊലാൾച്ചി ഒക്കെ അല്ലേ. എല്ലാം ഒരു ഉരുക്ക് കോട്ട കൂടെ ഉള്ളത് പോലെയാണ് ആരുണ്ടായാലും. അതുകൊണ്ടല്ലേ എന്താ കുട്ടികളെ നിങ്ങൾ ആലോചിക്കാത്തത്? ഖദീജ ബീവി മരിച്ചിട്ടല്ല റസൂൽ തായിഫിലേക്ക് പോയത്. കാരണം എന്ത് ചെയ്ത സംരക്ഷണം അറ്റോയി. റസൂലുള്ളാഹിന് സംരക്ഷണം കൊടുത്തത് ആരാ? പറ കുട്ടിയെ, എന്താ വെറുതെ ഇരിക്കണ? ആര്? ഖദീജ. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇത്ര വലിയൊരു മാത്തുള്ള മഹതിയെ പറ്റി ബാലസാഹിത്യം പോലെയുള്ള എല്ലാ പുസ്തകം അല്ലാതെ മലയാളത്തില്ല, ചർച്ച പോലും നടന്നു. ആദ്യം മുഅ്മിനായ പെണ്ണ്. വഅവ്വലു മൻ സ്വല്ലാ മഅൻ നബിയിൽ മുസ്തഫ. മുസ്തഫ നബിയുടെ ആദ്യം വിശ്വസിച്ച പെണ്ണ്, ആദ്യം വിശ്വസിച്ച ആള്, ആദ്യം നോക്കി എന്ന് ഇബ്നു ഹിഷാമിനെ ഞാൻ വായിക്കാം. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അലി മക്ക ഫഅതാഹു ജിബ്രീൽ. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ജിബ്രീൽ വരും. യൻദുറു ഇലൈഹി ലിയുരിയഹു കൈഫിയത തുഹൂരി ലിസ്സലാഹ്. നിസ്കരിക്കാൻ വേണ്ടി വുളു ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും മുത്ത് മുഹമ്മദ് മുസ്തഫാക്ക്. പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ثم تولى الرسول كما راى جبريل يتولى. ജിബ്രീൽ വുളു എടുക്കുന്നത് കണ്ടതുപോലെ ആരും വുളു എടുക്കാൻ തുടങ്ങി. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ثم اقام به جبريل فصلى به وصلى الرسول بصلاته ثم انصرف جبريل. اراد النبي صلى الله عليه وسلم ان تكون زوجته الحنون اول اهل الارض تعلما للوضوء والصلاه.
ഇബ്നു ഹിശാം പറയാ ഞാനല്ല. പുണ്യ റസൂലിനെ വുളൂ പഠിപ്പിച്ചു സയ്യിദ്നാ ജിബ്രീൽ, നിസ്കാരം പഠിപ്പിച്ചു സയ്യിദ്നാ ജിബ്രീൽ. എന്നിട്ട് എന്ത് ചെയ്ത്? റസൂലുള്ളാഹ് വുളൂ എടുത്തു, നിസ്കാരം നടത്തി, അതാദ്യം കാണിച്ചു കൊടുത്തു, അങ്ങനെ ചെയ്തു. പിന്നെ റസൂലുള്ളാഹ് എന്ത് ചെയ്ത്? വീട്ടിലേക്ക് വന്നു, അതാദ്യം ആർക്ക് കാണിച്ചു കൊടുത്തു? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു മുത്ത് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്, വുളൂം പഠിപ്പിച്ചു കൊടുത്തു ഹബീബ റസൂലുള്ളാഹി. فتولعت كما تولع رسول الله وصلت معه كما صلى رسول الله. റസൂലുള്ളാഹി വുളൂ എടുത്തതുപോലെ വുളൂ എടുക്കുകയും റസൂലുള്ളാഹി നിസ്കരിച്ചതുപോലെ നിസ്കരിക്കുകയും ചെയ്തു ഖദീജ. അതുകൊണ്ടാണ് കവി എന്ത് പറഞ്ഞത്? അവ്വലുമൻ സ്വല്ലൈതി ഖൽഫ മുഹമ്മദി وغيرك لم يعرفنا ظهرا ولا عصرا. سبحان الله. وأول من صليت خلف محمد وغيرك لم يعرفنا ظهرا ولا عصرا. وأول من صليت خلف محمد, മുത്തുനബിയുടെ പിന്നാലെ ആദ്യം നിസ്കരിച്ചത് ഖദീജയാണ്. أول من تولى مع النبي تولت مع النبي مصطفى خديجة. ഹബീബ നബി കഴിഞ്ഞാൽ ആദ്യം വുളൂ എടുത്തത് ഖദീജയാണ്. അവ്വൽ മൻ സ്വല്ലത്ത് മഅ നബിയിൽ മുസ്തഫ ഖദീജ. ഈ ദുനിയാവിൽ ഇന്ന് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം ആദ്യം നിസ്കരിച്ച ആൾ ഖദീജയാണ്. ആദ്യം മുഅ്മിനായത് ഖദീജയാണ്. ഹത്ത ഖബല അബീ ബക്കർ. തിങ്കളാഴ്ച പോത്തിട്ടി തിങ്കളാഴ്ച ഖദീജ മുഅ്മിനായി റളിയല്ലാഹു അൻഹാ എന്ന് പറയാത്ത ഒരാളില്ല, എന്ന് പറയാത്ത ഒരു താരീഖില്ല. ചിന്തിക്കണം. എന്തുകൊണ്ട് കാത്തിരിക്കല്ലേ? ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ. وأول من صليت خلف محمد وغيرك لم يعرفنا ظهرا ولا عصرا. നിങ്ങളല്ല ആദ്യം മുത്തുനബിയോടുകൂടെ നിസ്കരിച്ചത് പവതി അങ്ങല്ലേ. വേറുള്ളവർക്കാണെന്ന് ളുഹ്ർ എന്താണെന്ന് അറിയൂല, അസ്ർ എന്താണെന്ന് അറിയുകയില്ല. അക്കാലത്ത് നിസ്കരിച്ച ആൾ പവതി അങ്ങല്ലേ എന്ന് കവി. قال له صلى الله عليه وسلم ابن هشام السيرين وايكان ابن هشام السيرين وايكان قال النبي صلى الله عليه وسلم فاتاها النبي صلى الله عليه وسلم ജിബ്രീൽ നിന്ന് വുളൂ നിസ്കാരം പഠിച്ചതിന് ശേഷം റസൂലുള്ളാഹി വന്നു ആരുടെ അടുത്തേക്ക്? ഖദീജയുടെ അടുത്തേക്ക്. സവഅലിമുകി ശൈഅൻ അല്ലമഹു ലി ജിബ്രീൽ. ജിബ്രീൽ എന്നെ പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം എന്ന് ഖദീജ ബീവിയോട് ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസറത് സുറൂറൻ അളീമാ വഅസ്റഅത് തഅദ്ദുൽ മാ അല്ലദി യതവല്ലഉ ബിഹി. വുളൂ എടുക്കാനുള്ള വെള്ളം ഹബീബായ നബിക്ക് എത്തിച്ചു കൊടുത്തു ഖദീജ ബീവി റളിയല്ലാഹു. فتولى رسول الله امامها ليريها كيف يكون طهور للصلاه. ഇങ്ങോട്ട് നോക്ക്. فتولى رسول الله صلى الله عليه وسلم امامها. ഇബ്നു ഹിശാമിൽ നിന്ന് വായിക്കാം, മനസ്സിലാവണില്ലേ? ഖദീജ ബീവിന്റെ മുന്നിൽ വുളൂ എടുത്തു കൊടുത്തു ആര്? മുത്ത് മുഹമ്മദ് മുസ്തഫ. ليريها كيف يكون طهور للصلاه. നിസ്കാരത്തിന് വേണ്ടി എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് എന്ന് മുത്തുനബിയുടെ മുന്നിൽ ഖദീജ ബീവിയുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി അതാദ്യം ചെയ്തു കൊടുത്തു മുത്ത് മുഹമ്മദ് മുസ്തഫ. കമാ അറാഹു ജിബ്രീൽ ഹബീബ നബിയെ കാണിച്ചതുപോലെ ആരും കാണിച്ച്? മുത്ത് മുഹമ്മദ് മുസ്തഫയും കാണിച്ചു. ഫതവല്ലഅത് കമാ തവല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി വുളൂ എടുത്തു, ജിബ്രീൽ വുളൂ എടുത്തതുപോലെ റസൂലുള്ളാഹി വുളൂ എടുത്തതുപോലെ ആരും വുളൂ എടുത്തു? ഖദീജ റളിയല്ലാഹു അൻഹ. ثم صلى പിന്നെ മുത്ത് മുഹമ്മദ് മുസ്തഫ നിസ്കരിച്ചു. കമാ صلى به ജിബ്രീൽ നിസ്കരിച്ചത് കാണിച്ചതുപോലെ നിസ്കരിച്ചു ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ.
ഫസല്ലത്ത് ബിസ്വലാത്തി റസൂലുള്ളാഹി ജിബ്രീൽ നിസ്കരിച്ചതുപോലെ നിസ്കരിച്ചു മുത്തു മുഹമ്മദ് മുസ്തഫ. ഫസല്ലത്ത് ബിസ്വലാത്തിഹി നബിയുടെ നിസ്കാരം അനുകരിച്ച് ആരും നിസ്കരിച്ച് ഖദീജ റളിയല്ലാഹു അൻഹാ. ഞാൻ പണ്ടൊരു ഹദീസ് നിങ്ങൾക്ക് വായിച്ചു തന്നിട്ടുണ്ട്, ഓർമ്മണ്ട? അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്ന ഒരു സന്ദർഭത്തില് കഅബയിലെ നേരെ ഇങ്ങനെ വെളുത്ത് തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ രണ്ടാൾ നിസ്കരിക്കാൻ വേണ്ടി വന്നു, കൂടെ ഒരു കുട്ടിയുണ്ട്. പണ്ട് ഒരു യാത്രക്കാരൻ വന്നിട്ട് അബ്ബാസിനോട് ചോദിക്കുന്നുണ്ട്, ഇതാരാണ്? ഇതൊരു വിചിത്രമായ ആരാധനയല്ലേ? അപ്പൊ പറഞ്ഞു, അതിന്റെ ജ്യേഷ്ഠന്റെ മകനാണ് ഒന്ന് അവരുടെ ഭാര്യ ഖുവൈലിദിന്റെ മകൾ ഖദീജയാണ്, മറ്റത് എന്റെ വേറൊരു ഏട്ടന്റെ മകൻ അലിയാണ്. പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഓർമ്മയില്ല? അത് എത്രയോ സ്ഥലത്തുണ്ട് ആ താരീഖ്, എത്രയോ സ്ഥലത്ത് ആ താരീഖ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്റക്കിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് വേറെ ആൾക്ക് എന്താ നിസ്കാരം അറിയില്ല. ആ കാലത്താണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. അപ്പൊ ഖദീജ ബീബിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കവികൾ പാട്ടുകാരും പറഞ്ഞതുപോലെ അല്ല. പാട്ടുകാർ പറഞ്ഞ എന്താ? റസൂലുള്ളാഹിയുടെ വിചിത്രമായ ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി എന്നാണ്. എന്നാൽ മുത്തു മുഹമ്മദ് മുസ്തഫ സമതങ്ങളോ അറബി കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ സുന്ദരനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഖദീജ ബീവി മോശല്ല, ജമീല അതിസുന്ദരിയായ പെണ്ണാണ്. ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് മക്കയിലെ പ്രമാണികളെല്ലാം വിധവകളായിട്ട് പോലും കല്യാണം അന്വേഷിച്ചിരുന്നു. ആരെ? ഖദീജയെ റളിയല്ലാഹു അൻഹ. ഒന്ന് പിന്നെ ഒരു തോന്നിയാസത്തിന് ഭയപ്പെടാത്തൊരു പെണ്ണായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പെണ്ണായിരുന്നു. എന്തുകൊണ്ട്? എന്ന് മക്കക്കാർ വിളിച്ചിരുന്ന പെണ്ണാണ് ഖദീജ. ഒരുപാട് ലഖബുകളുണ്ട്, ഒരുപാട് വിശേഷണ നാമങ്ങളുണ്ട് ഖദീജ ബീവിക്ക്. ഒരു വിശേഷണ നാമാണ് എന്ത്? അത്വാഹിറ, പരിശുദ്ധ. പരിശുദ്ധ എന്ന് വിളിക്കപ്പെട്ട പെണ്ണാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അവയെല്ലാം നിലയിലും അതിനെല്ലാം ആ നിലകളിലെല്ലാം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഖദീജ ബീവിന്റെ മൗലിദ് ഇൻഷാ അല്ലാഹ് കുറച്ചേ ഉള്ളൂ, കുറഞ്ഞ വരി. ഒരുപാട് ആളുകൾ ഖദീജ ബീവിയുടെ മൗലിദ് എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബിൻ അലവി മാലിക്കി മക്ക അൽ ഹസനി അവരുടെ ഒരു അൽ ബുഷ്റ എന്നൊരു മൗലിദ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മൗലിദ് ആരുടെ മൗലിദ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഞങ്ങൾക്ക് ചെറിയൊരു മൗലിദ് ഇന്ന് ഓതിത്തരാം. അത് പിന്നീട് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് അതിന്റെ പ്രിന്റ് എടുത്തു തരാൻ പറ്റുമെന്ന് നോക്കട്ടെ. പ്രിന്റും എടുത്തു തരാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അത് ക്ലാസ്സിൽ വിതരണം ചെയ്യാം. അത് മനോഹരമായി അതിനെ ലാമിനേഷൻ ചെയ്തിട്ട് കൊടുക്കുക. വെറുതെ കടലാസാക്കി കൊടുക്കരുത്. ലാമിനേഷൻ ചെയ്ത് കൊടുത്ത് എല്ലാ വീടുകളിലും ഖദീജ ബീവിന്റെ മൗലിദ് ഓതാൻ കുറച്ചേ ഉള്ളൂ. എന്നിട്ട് ഖദീജ ബീവിക്ക് ഒരു ഫാത്തിഹ ഒരു ദുആ ചെയ്യുക എല്ലാ രാത്രികളിലും. റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് നമുക്ക് കിട്ടും. എന്തുകൊണ്ട്? ഇന്നി ഉഹിബ്ബുഹാ വ ഉഹിബ്ബു ഹബീബഹാ. ഖദീജയെ എനിക്ക് ഇഷ്ടമാണ്, ഖദീജയെ ഇഷ്ടപ്പെടുന്നവരെയും എനിക്ക് ഇഷ്ടമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. എന്താ പറഞ്ഞേ? ഇന്നി ഉഹിബ്ബുഹാ, ഇന്നി ഉഹിബ്ബുഹാ വ ഉഹിബ്ബു ഹബീബഹാ. എനിക്ക് ഖദീജയെയും ഇഷ്ടമാണ്, ഖദീജയെ ആരൊക്കെ ഇഷ്ടപ്പെടുന്നു അവരെയും ഇഷ്ടമാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ വാതിൽ തുറക്കന്നെയും. റസൂലുള്ളാഹിന്റെ വാതിൽ നമ്മളിൽ മേൽത്തുറക്കും. ഖദീജ ബീവിന്റെ മൗലിദ് എല്ലാ ദിവസവും ഓതി. കുറച്ച് വരികയുള്ളൂ, എല്ലാ ദിവസവും ഓതി. അവരല്ലേ ആളുകള്? പറയുകയാണെങ്കിൽ അവരെ പറ്റി പറയേ. അവരല്ലേ ആളുകള്? അവരല്ലേ എനിക്ക് എന്റെ ദീനാണ്? ചെറിയ ഒരാളാണെന്ന് വിചാരിച്ച് റളിയല്ലാഹു അൻഹ വറക്കപ്പറ റളിയല്ലാഹു അൻഹ വറക്കപ്പറ റളിയല്ലാഹു അൻഹ. നമ്മളിത് പഠിക്കന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. എങ്ങനെയായിരുന്നു, എന്തൊക്കെ ചെയ്തു, എങ്ങനെയായിരുന്നു സ്നേഹവും ബന്ധവും ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ കാണിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. ദുനിയാവിന്റെ കാര്യമൊക്കെ വളരെ പോക്കാണ്, നമ്മളെ കാര്യങ്ങളൊക്കെ പോക്കാം. ഇഷ്കൊണ്ടല്ലാതെ നമ്മൾ രക്ഷപ്പെടും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ട്? നമ്മളെ നിസ്കാരം ഉള്ളു പൊള്ളയാണ്. നിസ്കരിക്കണ്ടേ? നിസ്കരിക്കാം. പക്ഷെ ഖാലിസത്തായ ഒരു നിസ്കാരത്തിന് നമ്മളൊന്നും കഴിയൂല. ആ സ്വാലിഹ്യങ്ങൾ നിസ്കരിക്കാൻ നമുക്ക് കഴിയില്ല. ദിക്റല്ലതുപോലെ ദിക്റെല്ലാനും കഴിയില്ല, ഓതിയതുപോലെ ഓതാനും കഴിയില്ല, ഒന്നും കഴിയൂല.
നമ്മൾ ചണ്ടികളാണ്, നമ്മൾ ആഖിർ സമാനിലെ ചണ്ടികളാണ്. പിന്നെ എന്തേ ഒരു വകുപ്പുള്ളൂ? ആശയങ്ങളാകുക, അവരെ പ്രേമിക്കുക, അവരെ ഇഷ്ടപ്പെടുക, എന്നിട്ട് അവരെ പോലടുത്തേക്ക് പോവുക. എനിക്ക് ഖദീജയും ഇഷ്ടമാണ്, ഖദീജയെ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്ക് ആ അതിൽ കൂടെയാണ് പോവുക. ഇപ്പം നമ്മൾ ഈ ഓതിയ വരിയിലൊരു ബൈത്തുണ്ട്, ഒരു ഖദീജ ബീവിന്റെ വാതിലിലൂടെ കയറിയ ഒരാളെ റസൂലുള്ളാഹി ഒരിക്കലും ഒഴിവാക്കില്ല. മുഹമ്മദ് മുസ്തഫ അത്ര ഭയങ്കര ഇഷ്ടമാണ് ഖദീജ ബീവിയെ, അത്ര ഇഷ്ടമാണ് ഹബീബായ റസൂലുള്ളാഹി. ഉമ്മാന്റെ പളിരാളന ഏൽക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ ഉമ്മാന്റെ മോനാണ് മുഹമ്മദ് മുസ്തഫ. 15 വയസ്സ് കൂടുതലുള്ള പെണ്ണ് പിന്നെ ഉമ്മാന്റെ സ്ഥാനത്തും ഭാര്യന്റെ സ്ഥാനത്തും നിന്നോടുത്തതാണ് ആർക്ക്? റസൂലുള്ളാഹി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ആരെങ്കിലും ഖദീജ ബീവിനെ ഒരു വാക്ക് പറയുമ്പോഴേക്കും മുഖമൊക്കെ ഇടിച്ചു വന്നിട്ട് എന്റെ ജീവിതത്തിൽ റസൂലുള്ളാഹി അങ്ങനെ ദേഷ്യപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. ആ റിവായത്തൊക്കെ ഞാൻ നാളെ നിങ്ങൾക്ക് കാണിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ അവരെ പഠിക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ്, ഭയങ്കര ഇബാദത്താണ്. ഇൻഷാ അല്ലാഹ് എത്ര പഠിക്കാൻ കഴിഞ്ഞാൽ അത്രയും അവരെ പറ്റി പഠിക്കണം. എന്തുകൊണ്ട്? അവരാണ് മുസ്ലിം സമുദായത്തിൽ ആദ്യ മുഅ്മിനായ ആള്, അവരാണ് റസൂലുള്ളാഹിക്ക് ധൈര്യം കൊടുത്തത്, അവരാണ് ജിബ്രീലാണെന്ന് പരീക്ഷിച്ചത്. മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്ത ഒരു മാതിയാണ് അവർ. അപ്പൊ അവരുടെ വാതിലൂടെ കയറല്ലാതെ നമ്മൾ കാര്യം പോക്ക് 100 വട്ടം പോക്ക്. നമുക്ക് എന്താ ദീനെന്നറിയില്ല, നമുക്ക് എന്താ നിസ്കാരം എന്നറിയില്ല, നമുക്ക് എന്താ ദിക്ർ എന്നറിയില്ല, നമുക്ക് എന്താ ഇഖ്ലാസ് എന്നറിയില്ല. അവരെ വാതിലൂടെ കയറല്ലാത്ത കുട്ടികളെ രക്ഷയില്ല. ഇൻഷാ അല്ലാഹ് ഇത് സോഷ്യൽ മീഡിയയിൽ വരും. ഞാൻ വിചാരിക്കുന്നത് മറ്റു പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഇത് കേൾക്കുമെന്നാണ്. എന്നെങ്കിലും അവരെയൊക്കെ മനസ്സ് മാറും. ഇഷ്കല്ലാത്തൊരു പരിഹാരമല്ല എന്ന് അവർക്കും തിരിച്ചറിയും. അല്ലാതെ നാശാവണമെന്ന് ഒരാൾക്ക് പൂതി ഉണ്ടാവില്ലല്ലോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു ഉറക്കപ്പറ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞങ്ങളോട് പറഞ്ഞില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഫാത്തിഹ റസൂലുള്ളാഹിക്കും ഖദീജ ബീവിക്കും ഫാത്തിഹ ഓതിക്കൊണ്ട് തന്നെ വരണം. ഇവിടെ എത്തുന്ന വരെ ഓതണം, യാസീൻ ഓതണം. എന്നിട്ട് ഇവിടെ ഇരുന്നോളൂ. ഒരു നിയ്യത്ത് നിങ്ങൾ നിയ്യത്ത് ചെയ്തോളൂ, നടന്നേ പോകും. നിങ്ങൾ നിയ്യത്ത് ചെയ്തോളൂ, അത് നടന്നേ പോകും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആരും പേടിക്കണ്ട. ഏറ്റവും വലിയ നിയ്യത്ത് എന്താ? ആഖിബത്ത് എന്നുള്ള അല്ലേ? ഏറ്റവും വലിയ നിയ്യത്ത് എന്താണ്? നമ്മൾ ആഖിബത്ത് എന്നാവലല്ലേ? അള്ളാഹു നല്ല നിലക്ക് മരിക്കാൻ നമുക്ക് തൗഫീഖ്. വലിയതാകണ്ട, വലിയതാകിയവരൊക്കെ നാശായി പോയിട്ടുണ്ട്. ആരും വലിയതാണ്, ഒരാളും വലിയതാകാൻ നടക്കരുത്, ചെറുതാകാൻ നടക്കരുത്, വലിയതാകാൻ നടക്കരുത്. നമുക്ക് അവരെ വാലിമ പിടിച്ച് രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم أوصل اللهم ثواب قراءتنا وبركة دعائنا وصلواتنا وما قرأناه من قرآنك العظيم وما عملناه من هذه الحلقة الشريفة وما تلوناه من مده من الخديجة الكبرى من هذا المجلس الكريم إلى حضرة النبي سيدنا وشفيعنا وهادينا ومرشدنا وثمرة فؤادنا وقرة أعيننا سيدنا المصطفى محمد صلى الله عليه وسلم شفيع المذنبين وانيس الغريبين ورحمة للعالمين صل وسلم عليه وعلى آله وصحبه في كل وقت وحين وإلى حضرات آل بيته وأهل وذرياته وأزواجه الطاهرات أمهات المؤمنين وخاصة إلى حضرة أمنا وأم المؤمنين خديجة الكبرى رضي الله تعالى عنها جزاها الله عنا وعن الإسلام وعن نبينا خيرا اللهم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصالحين وإلى حضرات أرواح آبائنا وأمهاتنا وإخوتنا وأخواتنا وأساتذنا وأشياخنا وأزواجنا وذرياتنا وجميع من تألق بنا وجميع من توفي منا ومن أقاربنا ومن المؤمنين
اللهم اجعلنا وإياهم من أهل الجنان ولا تجعلنا ولا إياهم من أهل النيران. أدخل اللهم يا كريم في قبرنا وفي قبرهم الضياء والنور والفصحة والسرور والبهجة والهبور والولدان والهور إنك رب عفو غفور. اللهم صل على سيدنا محمد وعلى آل سيدنا وشفيعنا محمد. اللهم وقنا شر الأسواء. اللهم لا تجعلنا مهلا للبلوى. اللهم لا تجعلنا كلا على عبادك واسترنا بسترك والطف بنا في قضائك وعافنا من بلائك وعطف إلينا قلوب عبادك. اللهم اجعل أفئدة من الناس تهوي إلينا وإلى ما نحن فيه يا رب العالمين. അർഹമർറാഹിമീന റബ്ബേ, നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ ഉയർത്തിയ ഈ കൈകളൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ പൊക്കുന്ന കൈകൾ പാപപങ്കിലങ്ങളാണ്, ചോദിക്കുന്ന ചുണ്ടുകൾ പാപക്കറയേറ്റതാണ്. നിന്റെ മഹലായ ഫضല് കൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുത്ത് സ്വീകരിക്കണേ അല്ലാഹ്. അർഹമർറാഹിമീനായ റബ്ബേ, നിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യയും ഞങ്ങളുടെ മാതാവുമാകുന്ന ബീവി ഖദീജത്ത് റളിയല്ലാഹു തആല അൻഹയുടെ അപദാനങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. റബ്ബേ, ഈ പരിശുദ്ധമായ പള്ളിയിൽ ചെയ്ത ഈ മഹത്തായ ഇബാദത്ത് നീ സ്വീകരിക്കണം റഹ്മാനേ. അർഹമർറാഹിമീന റബ്ബേ, അങ്ങനെയുള്ള ആളുകളെ നിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ വലയം ചെയ്ത് ആകാശം മുട്ടുവോളം ഇരുന്നുകൊണ്ട് അവരെ കുറിച്ച് മദ്ഹ് പറയുമെന്നും അവരെ നീ ഏറ്റെടുക്കുമെന്നും നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചു. അത്തരം മജ്ലിസുകളിൽ ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ ഉൾപ്പെടുത്തി സ്വീകരിക്കണേ അല്ലാഹ്. അർഹമർറാഹിമീന റബ്ബേ, മലക്കുകൾ ആവരണം ചെയ്യുന്ന മജ്ലിസാക്കണം റഹ്മാനേ. പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി തിരിച്ചു പോകുന്ന മജ്ലിസിൽ പെടുത്തണം റഹ്മാനേ. ഇൽമിന്റെ മജ്ലിസുകളിൽ മദ്ഹിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നവർക്ക് ഉണ്ടാകുമെന്ന് നിന്റെ ഹബീബ് വാഗ്ദാനം ചെയ്ത എല്ലാ പുണ്യങ്ങളും ബറക്കത്തുകളും നിയമത്തുകളും ഞങ്ങൾ ഓരോരുത്തരുടെയും അളവിൽ നീ പ്രദാനം ചെയ്യണം റഹ്മാനേ. ഈ മജ്ലിസിലേക്ക് ഞങ്ങൾ എടുത്തു വെച്ച ഓരോ കാഴ്ചവടുകളും ഞങ്ങൾ ചിലവഴിച്ച ഓരോ സമയങ്ങളും ഇതിന്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ ചിലവഴിക്കുന്ന ഊർജങ്ങളും ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി പണിയെടുത്ത ആളുകളെയും ഒക്കെ നീ കബൂൽ ചെയ്ത് നാളെ പരലോകത്ത് നിന്റെ സ്വർഗം നേടാനുതകുന്ന ഒരു അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനേ. ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കുള്ള ഞങ്ങളുടെ ദുആഇന്റെ ബർക്കത്ത് ആഗ്രഹിക്കുന്നവർക്കുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനേ. എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കണം റഹ്മാനേ. എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞത് പ്രകാരം ഓരോ നിയ്യത്തുകളുമായാണ് ഞങ്ങൾ ഈ മജ്ലിസിൽ ഇരിക്കുന്നത്. എല്ലാ നല്ല നിയ്യത്തുകളും നീ പൂർത്തീകരിച്ചു തരണം റഹ്മാനേ. ഞങ്ങൾക്കുള്ള എല്ലാ നല്ല ആവശ്യങ്ങളും നീ നിറവേറ്റിത്തരണം റഹ്മാനേ. ഞങ്ങൾ ഓരോ ആളുകൾക്കും നീ കാണിച്ചു തന്ന വ്യത്യസ്തമായ ജീവിത മാർഗങ്ങളുണ്ട്. ആ ജീവിത മാർഗങ്ങളിലൊക്കെ നീ ബർക്കത്ത് നൽകണം റഹ്മാനേ. പുരോഗതി നൽകണം റഹ്മാനേ. ജോലികളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, വീടുകളിൽ, കുടുംബങ്ങളിൽ, ഇടപെടലുകളിലൊക്കെ നീ ബർക്കത്ത് നൽകണം റഹ്മാനേ. നീ പുരോഗതി നൽകണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകൾ നീ സ്വർഗത്തിന്റെ തോപ്പുകളാക്കണം റഹ്മാനേ. ചെറുപ്പകാലത്ത് ഞങ്ങളെ ഓമനിച്ച് ലാളിച്ച് വളർത്തിയ ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പകരം നൽകാൻ ഞങ്ങളെ കൈകളിൽ ഒന്നുമില്ല റബ്ബേ. ഞങ്ങളോട് കാരുണ്യം കാണിച്ചതിന് പകരം അവരോട് നീ കരുണയുള്ളവനാകണം റഹ്മാനേ. ഞങ്ങൾക്ക് സ്നേഹം നൽകിയതിന് പകരം അവരോട് നീ സ്നേഹമുള്ളവനാകണം റഹ്മാനേ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, അവരുടെ ഖബറുകൾ സ്വർഗത്തിന്റെ തോപ്പുകളാക്കണം റഹ്മാനേ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അദാബുകളിൽ നിന്നും കാത്തുരക്ഷിക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ മജ്ലിസിന്റെയും പ്രതിഫലം അവരുടെ ഖബറുകളിലേക്ക് അനേകമിരട്ടി പ്രതിഫലത്തോടെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ കൃത്യമായി പങ്കെടുക്കുന്ന ഒരു സഹോദരിയുടെ മാതാവിന്റെ മരണ വാർത്ത റബ്ബേ, ആ സഹോദരിയുടെ ഖബർ ജീവിതം നീ സന്തോഷകരമാക്കി കൊടുക്കണം റഹ്മാനേ.
അർഹമർ റഹീമീൻ റബ്ബേ, എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് ഓരോ വിഷയങ്ങളെ കുറിച്ച് വിലപ്പെട്ട അറിവുകൾ നൽകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദ് റഹ്മത്തുള്ളാഹി കാസിമി റബ്ബേ, ഈ മജ്ലിസിനെ നീ ഓരോ ദിവസവും ഉയരങ്ങളിലെത്തിക്കണം റഹ്മാനെ. അർഹമർ റഹീമേ, കേരളത്തിന്റെ വൈജ്ഞാനിക ഭൂമിയിൽ വലിയ മാറ്റമുണ്ടാക്കി, പ്രത്യേകിച്ച് ഖുർആൻ പഠന മേഖലയിലൊക്കെ വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ശബ്ദത്തിന് നീ കരുത്ത് പകരണം റഹ്മാനെ. ഇനിയും ഞങ്ങൾക്ക് അറിവ് പകർന്നു തരാനും കേരളീയ മുസ്ലിമീങ്ങളെ പുരോഗതിയിലേക്ക് ഉയർത്തുവാനുമുള്ള ആരോഗ്യവും ദീർഘായുസ്സും ഉസ്താദിന് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അഭിമാനകരമായ മുന്നേറ്റം നൽകണം റഹ്മാനെ. വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ഇനിയും ഒരുപാട് ക്ലാസുകൾ നയിക്കുവാനും ഒരുപാട് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുവാനുമുള്ള തൗഫീഖ് കൊടുക്കണം റഹ്മാനെ. അസൂയാലുക്കളുടെ ഷർറുകളിൽ നിന്ന് അദ്ദേഹത്തെ നീ കാക്കണം റഹ്മാനെ. കണ്ണേറുകാരുടെ ഷർറുകളിൽ നിന്ന് നീ കാക്കണം റഹ്മാനെ. സകലമാന വിരോധികളും അദ്ദേഹത്തിനെതിരെ ഒത്തുകൂടുന്നുണ്ട്. എല്ലാ വിരോധികളെയും നീ തളർത്തണം റഹ്മാനെ. അവരുടെ ആഗ്രഹങ്ങളൊന്നും അവരുടെ ദുരാഗ്രഹങ്ങളൊന്നും നീ നടപ്പിലാക്കല്ല റഹ്മാനെ. അർഹമർ റഹീമീൻ റബ്ബേ, ഒരുപാട് കാലം അദ്ദേഹത്തിന്റെ സേവനം ഞങ്ങൾക്കും കേരളീയ മുസ്ലിമീങ്ങൾക്കും നീ പ്രദാനം ചെയ്യണേ റബ്ബേ. അദ്ദേഹത്തിന്റെ അറിവുകളിൽ നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ. ഇനിയും പുതിയ പുതിയ വിഷയങ്ങളും മാനങ്ങളും നൽകി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ള തൗഫീഖ് കൊടുക്കണം റഹ്മാനെ. റബ്ബേ, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുമായി ബന്ധപ്പെട്ട പലരും അവർ ഖബർ ജീവിതത്തിലാണ് റബ്ബേ. അവരുടെ എല്ലാം ഖബർ ജീവിതം നീ സന്തോഷകരമാക്കി കൊടുക്കണം റഹ്മാനെ. അർഹമർ റഹീമേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഏറ്റവും പരിശുദ്ധമായ ഒരു ദിവസം, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയം, ഏറ്റവും ഖൈറായ അമൽ ചെയ്ത് പുഞ്ചിരി തൂകി ഉറക്കെ അഭിമാനത്തോടെ കലിമ ചൊല്ലി നിന്നിലേക്ക് മടങ്ങാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിലും യഖ്ലത്തിലുമായി ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം റഹ്മാനെ. ഹബീബിന്റെ കൈ പിടിച്ച് നിന്നിലേക്ക് മടങ്ങാൻ സാധുക്കളാണെങ്കിലും നിങ്ങൾക്ക് അർഹതയില്ലെങ്കിലും നീ മഹളായ ഫضل കൊണ്ട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اجعلنا وأهلنا من التوابين، واجعلنا وإياهم من المتطهرين، واجعلنا وإياهم من عبادك الصالحين، واجعل الإسلام منتهى رضائنا، وخذ إلى الخير بنواصينا، وقو في رضاك ضعفنا. اللهم إنا ضعفاء فقونا، اللهم إنا أذلاء فأعزنا، اللهم إنا فقراء فأغننا. ربنا تقبل منا إنك أنت السميع العليم، تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.